ഹലോ, ഓഡിബിൾ അല്ലേ പറയുന്നത്? കേൾക്കുന്നില്ലേ? യെസ്. സർ നമുക്കൊരു 2 minutes സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നെക്സ്റ്റ് 2 months എന്നത് നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഒരു ടൈമാണ്. ആൻഡ് ഇന്റേൺഷിപ്പ് നമ്മുടെ അക്കാഡമിക്സിലെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഫസ്റ്റ് ഇയേഴ്സ് എന്ന നിലക്ക് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല CV ബിൽഡ് ചെയ്യേണ്ടത്, അങ്ങനെ പല ഡൗട്ട്സും ഉണ്ടാവും. സോ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് റിറ്റ്സിന്റെ co-founder ആൻഡ് CEO ആയിട്ടുള്ള അജയ് രത്നൻ സാറാണ്. സാറിനെ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും ജോസഫ് സ്റ്റാലിൻ സ്റ്റഡി സർക്കിളിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കം. താങ്ക് യു മിൻഹ. ആൻഡ് ക്ലാസ് കേൾക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സോ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. സർ, ഓക്കെ അല്ലേ? യെസ് യെസ് ഓക്കെ. എൻ്റെ സ്ലൈഡ് എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഞാനും വിസിബിൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എവരി വൺ. നമുക്ക് നേരത്തെ മിൻഹ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇന്റേൺഷിപ്സ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണോ അല്ലെങ്കിൽ മിക്സ്ഡ് ആണോ? ഫസ്റ്റ് ഇയേഴ്സ് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ മിക്സ്ചർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടോ? എന്താണ്, എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണോ? എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ട് ഞാൻ മാത്രം സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണ്? ഫൈൻ ഫൈൻ, ഓക്കെ. അപ്പം നമുക്ക് ആദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഇയർ ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഫൈൻ, പ്രശ്നമില്ല. നമ്മളുടെ ലീഗൽ എഡ്യൂക്കേഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഇന്റേൺഷിപ്സ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി സാധാരണ രീതിയിൽ ഒരു ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരാൾ ഇന്റേൺഷിപ്സുകൾ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായത്. നിർബന്ധം ഇൻ ദ സെൻസ് അവർക്ക് വോളണ്ടറിലി വേണമെങ്കിൽ ചെയ്താൽ മതി, വേറെ പെർട്ടിക്കുലർ ഗ്രാജുവേഷൻസിനല്ല. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. അതായത് ഇൻ ദ സെൻസ് 20 വീക്ക് ഇന്റേൺഷിപ്പ് ഫോർ 5 years, അതേപോലെ 12 വീക്ക് ഇന്റേൺഷിപ്പ് ഫോർ 3 years, അത് മാൻഡേറ്ററി ആണ്. അപ്പം ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, CV അല്ലെങ്കിൽ റെസ്യൂമെ, നമ്മളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മളെ കുറിച്ച് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു കമ്പനി കാരണം അവർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം നമ്മൾ അവരെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ അവരെ പേഴ്സണലി മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കൈൻഡ് ഓഫ് വെർച്വൽ ഹാൻഡ് ഷേക്ക് ആണ് ഈ പറയുന്ന CV അല്ലെങ്കിൽ റെസ്യൂമെ അല്ലെങ്കിൽ ഈ ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ എന്നൊക്കെ പറയുന്നത്. ഒരു വെർച്വൽ ഹാൻഡ് ഷേക്ക് ആണ്. നിങ്ങൾ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുകയാണ്. റൈറ്റ്?
ഇതാണ് ബേസിക്കലി CV, റെസ്യൂമെ അല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പറയുന്ന CVയും റെസ്യൂമെ എന്താണ്, അതിന്റെ വ്യത്യാസം എന്താണ്, അതേപോലെ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെയൊക്കെ പറ്റി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിങ്ക്ഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഐഡിയ കിട്ടണം. ലിങ്ക്ഡിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം നമുക്ക് എവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്, എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നേരെ റെസ്യൂമെ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്റിലോട്ട് പോകാം. എന്താണ് ഈ റെസ്യൂമെ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. റെസ്യൂമെ എന്നുള്ളത് ഒരു ഫ്രഞ്ച് ടേം ആണ്. റെസ്യൂമെ എന്നാണ് പറയുക. ഇത് റെസ്യൂമും എന്ന് പറയുന്ന വാക്കുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. റെസ്യൂം എന്നുള്ള ഇംഗ്ലീഷ് വാക്കല്ല ആക്ച്വലി, ഇതൊരു ഫ്രഞ്ച് വേർഡാണ് റെസ്യൂമെ എന്നുള്ളത്. അതിന്റെ അർത്ഥം സമ്മറി എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് റെസ്യൂമെ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഒരു അക്യൂട്ട് അസെന്റുകൾ ഈന്റെ മേലേക്ക് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിമ്പിളുകളെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. അത് നമ്മൾ അക്യൂട്ട് അസെന്റ് എന്നാണ് പറയുക. അപ്പൊ മേ എന്ന് പറയുന്ന ഒരു സൗണ്ട് ആണ് വരിക. റെസ്യൂമെ, റെസ്യൂമെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം എന്താണ് റെസ്യൂമെ? നേരത്തെ പറഞ്ഞു, ഇത് സമ്മറിയാണ്, ഒരു ഫ്രഞ്ച് ടേം ആണ്. അപ്പം റെസ്യൂമെ എന്ന് പറയുന്നത് ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു സിംഗിൾ പേജ്, ഒന്നോ രണ്ടോ പേജ് വരാം, പക്ഷെ മോസ്റ്റ്ലി ഒറ്റ പേജിന്റെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് റെസ്യൂമെ. ഈ പറയുന്ന പേജിന്റെ ഉള്ളിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി 3 കാര്യങ്ങളാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ബ്രീഫ്ലി, വളരെ ബ്രീഫ്ലി, നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ആൻഡ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, ഇതുവരെയുള്ള എന്താണ് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഓർക്കേണ്ടത്, ഓരോ സ്ഥലത്തോട്ട് നമ്മൾ അയക്കുന്ന റെസ്യൂമെ മസ്റ്റ് ബി യുണീക്ക്. ഇൻ ദ സെൻസ്, അത് അറ്റ്ലീസ്റ്റ് അതിന്റെ സമ്മറി പാർട്ടിൽ, അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, നമ്മളൊരു പ്രൊഫൈൽ ഒരു ഏരിയ ഉണ്ട്. അത് ടൈലേർഡ് ആയിരിക്കണം. അത് ഇൻ ദ സെൻസ്, നിങ്ങൾ ഏത് കമ്പനിക്കാണോ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവരെ പറ്റി നല്ലപോലെ നോക്കി കഴിഞ്ഞ ശേഷമായിരിക്കണം റെസ്യൂമെ ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് പ്രോസസ് അപ്പൊ എപ്പോഴും നമ്മൾ CV ആണ്. കാരണം CV, ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. CV എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്, ഒരു കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റ് ആണ്. അത് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് എഴുതും. പക്ഷെ റെസ്യൂമിന്റെ അകത്ത് നമ്മൾ ഏത് പെർട്ടിക്കുലർ കമ്പനിയിലോട്ടാണ് നമ്മൾ ഇത് അയക്കുന്നത്, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗനൈസേഷനിലോട്ടാണ് നമ്മൾ ഇത് അയക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ആ റെസ്യൂമെ ഉണ്ടാക്കേണ്ടത്. അപ്പം 1 പേജ്, സിംഗിൾ പേജ് ഡോക്യുമെന്റ്, 1 or 2 പേജ് ആവാം, ബട്ട് മോസ്റ്റ് പ്രിഫറബിളി സിംഗിൾ പേജ്. കാരണം കമ്പനികൾക്ക് സമയം ഉണ്ടാവില്ല, ഈ പറയുന്ന കുറെ ആപ്ലിക്കേഷനും കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് നോക്കിയിരിക്കാൻ സമയം ഉണ്ടാവില്ല. ഈവൻ ഇപ്പൊ പുതിയ AI സമയമൊക്കെ ആയിരുന്ന സമയത്ത് കൊണ്ട് തന്നെ ഈ ATS എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ അതൊരു മെഷീനാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇനിയിപ്പോ വലിയ ഓർഗനൈസേഷൻസിലോട്ടൊക്കെ നിങ്ങൾ ഈ പറയുന്ന റെസ്യൂമെ അല്ലെങ്കിൽ CV അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ATS ആണ് നോക്കുക. ഹ്യൂമൻസ് നോക്കുന്നത് കുറവായിരിക്കും. ATS ആദ്യം ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഒരു HR-ന്റെ അടുത്തോട്ടൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ എത്തുന്നത്. അപ്പം റെസ്യൂമിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി കരിക്കുലം വീറ്റെ, CV എന്ന് പറയുന്നത് കരിക്കുലം വീറ്റെ എന്ന് പറയുന്നതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് CV. ഈ കരിക്കുലം വീറ്റെ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേം ആണ്. അതിന്റെ അർത്ഥം കോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഇൻ ദ സെൻസ് പ്രൊഫഷണലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, നിങ്ങൾ ഈ ഡോക്യുമെന്റ് അകത്ത് പറയുകയാണ്. ഇത് ടിപ്പിക്കലി ഒരു 2 to 3 പേജസ് ഉണ്ടാവുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഈവൻ മേ ബി 4 പേജസിലോട്ട് പോകാം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് 4 പേജസിന്റെ അടുത്തോട്ട് പോകാം. അപ്പൊ ഇതിനകത്ത് കോംപ്രിഹെൻസീവ്ലി നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ കോഴ്സ് ഓഫ് ജേർണി, നിങ്ങളുടെ അക്കാഡമിക്കും പ്രൊഫഷണൽ ജേർണി, ഇതുവരെ നടന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ CV എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പം ഈ CVന്റെ അകത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ പബ്ലിക്കേഷൻ, നിങ്ങളുടെ അവാർഡ്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, ഇതെല്ലാം എന്ത് ചെയ്യും, CV-ന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം നമ്മളുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ CV ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. നമ്മളുടെ ലിയോനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അയച്ചു കൊടുത്ത ഒരു CV ആണ്. അദ്ദേഹം ഒരു ഡ്യൂക്ക് ഓഫ് മിലാൻ, ഡ്യൂക്ക് ഉണ്ടായിരുന്നു മിലാൻ എന്ന് പറഞ്ഞ സ്ഥലം, ഇറ്റലി, അവിടെ ഒരു ഡ്യൂക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അയച്ചു കൊടുത്തൊരു ഡോക്യുമെന്റ് ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്കില്ലുകളെല്ലാം വിവരിച്ചുകൊണ്ട് അയാൾ ഒരു ഡോക്യുമെന്റ് അയച്ചു കൊടുത്തു. അതായത് എനിക്ക് ബ്രിഡ്ജുകൾ ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് വെപ്പൺ സിസ്റ്റംസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സ്കൾപ്റ്റിംഗിൽ ഞാൻ നല്ലതാണ്. അപ്പൊ വളരെ ലോക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് തള്ളുന്ന ഒരു ഡോക്യുമെന്റ് ആണ്
ഈ CV അല്ലെങ്കിൽ റെസ്യൂമെ. കാരണം എന്താണ്, നമ്മൾ നമ്മളെ തന്നെ അഡ്വർടൈസ് ചെയ്യാണ്, നമ്മൾ നമ്മളെ തന്നെ എന്താണ് പറയാണ്, നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ കമ്പനിയിൽ നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പൊസിഷന് ഞങ്ങള് ആപ്റ്റാണ്, ഞങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നിങ്ങൾ ഈ ഡോക്യുമെന്റിലൂടെ എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പനീനെ കൺവിൻസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റേഴ്സ് ഈ പറയുന്ന കാര്യം. കാരണം നിങ്ങളെ കാണുന്നില്ല, നിങ്ങളായിട്ട് മീറ്റ് ചെയ്യുന്നില്ല, അപ്പൊ ആദ്യമായിട്ട് അവരുടെ അടുത്ത് എത്തുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഈ ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ റെസ്യൂമെ CV അടുത്ത് ഞാൻ ഓൾറെഡി ഇതിന്റെ ഡിഫറൻസുകൾ കാരണം പലപ്പോഴും പല ആളുകളും വിചാരിക്കും ഇത് രണ്ടും സെയിം ആണ്, സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാം, അങ്ങോട്ട് ഇന്റർചേഞ്ചബിളി നമുക്ക് CV റെസ്യൂമെ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. റെസ്യൂമെക്ക് റെസ്യൂമേതായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്, CVക്ക് CVയുടേതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്. റെസ്യൂമെ നമ്മൾ നോക്കണം, ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. 1-2 പേജാണ് മാക്സിമം, നിങ്ങൾ ഒരു പേജിൽ തന്നെ ഒതുക്കാൻ വേണ്ടി നോക്കണം. CV ക്യാൻ ബി ലോങ്ങർ ദാൻ 2 pages. റെസ്യൂമിന്റെ അകത്ത് കൺസൈസ് ബ്രെവിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. വളരെ ചെറിയ വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുക, അതിനാണ് നമ്മൾ ബ്രെവിറ്റി എന്ന് പറയുന്നത്. സോ അത് അതിൻ്റെ അകത്ത് വരുന്നു. CVന്റെ അകത്ത് ഇറ്റ് ക്യാൻ ബി മോർ ഡീറ്റെയിൽ ആൻഡ് പേർപ്പസ്. സാധാരണ രീതിയിൽ റെസ്യൂമെ സാധാരണ രീതിയിൽ ജോബ് ആപ്ലിക്കേഷൻസിനൊക്കെയാണ് നമ്മൾ റെസ്യൂമെ അയക്കുക. CV മോർ അക്കാഡമിക് പൊസിഷൻസിലോട്ടാണ് നമ്മൾ CVയും കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കാറുള്ളത്. ഇന്ത്യയിൽ ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ കസ്റ്റമൈസേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് മസ്റ്റ് ബി ടൈലേർഡ്. റെസ്യൂമെ എന്ന് പറയുന്നത് ടൈലേർഡ് ആയിരിക്കണം ടു ദാറ്റ് പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. കാരണം ഒറ്റ പേജേ ഉള്ളൂ, ഒരു ഒറ്റ പേജിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കണം. അപ്പൊ നിങ്ങൾ എല്ലാം CVയിലുള്ള എല്ലാ സാധനങ്ങളും എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല, വെറുതെ ഒരു ആവശ്യമില്ല. നിങ്ങൾ അതുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ എഴുതേണ്ട. ആ ഒരു ജോബുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതുന്നത്. നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. CV കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീക്വന്റ് കസ്റ്റമൈസേഷന്റെ ആവശ്യമില്ല. ഇത് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. ഇൻ ദ സെൻസ് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. അപ്പം എപ്പോഴും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു റിക്രൂട്ടർ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈവൻ ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോവാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല CVയോ റെസ്യൂമോ ഉണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങൾ ആ ഒരു ഇന്റേൺഷിപ്പ് പൊസിഷനിലോട്ട് എടുക്കുന്നതിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കും എന്നുള്ളത് പറയേണ്ടതായിട്ടുണ്ട്. ദെൻ റെസ്യൂമയുടെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട്, കാരണം പ്രിസൈസ് ആയതുകൊണ്ട് തന്നെ, കൺസൈസ് ആയതുകൊണ്ട് തന്നെ ബുള്ളറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കണം. CV ക്യാൻ ബി കുറച്ചും കൂടി നെറേറ്റീവ് സ്റ്റൈലിൽ പോവാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് കോമൺലി യൂസ്ഡ് ഇൻ നോൺ അക്കാഡമിക് ജോബ്സ് ആണ് റെസ്യൂമെ. CV കുറച്ചും കൂടി അക്കാഡമിയ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് CV നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായി. റെസ്യൂമെ എന്താണ്, CV എന്താണെന്നുള്ളത് മനസ്സിലായി. അത് ഓരോരുത്തർ ചോദിക്കുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് റെസ്യൂമെ. ഈവൻ ചില കമ്പനികൾക്ക് പോലും ഇതിന്റെ വ്യത്യാസം അറിയാം. ഞാൻ വലിയ കമ്പനികളല്ല, ഞാൻ ചില കമ്പനികൾ ചെറിയ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് പോകുന്ന സമയത്തും ഇവർക്ക് ഈ വ്യത്യാസം ചിലപ്പോൾ അറിയണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ CV അയക്കാൻ പറയും, ചിലപ്പോൾ ഇന്റേൺഷിപ്പ് റെസ്യൂമെ അയക്കാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ അത് എൻഷുർ ചെയ്യണം എന്താണ് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്. CV എന്ന് പറഞ്ഞാൽ CV കൃത്യമായിട്ട് അയക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് പേജസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കുറെ വാരി വലിച്ച് എഴുതാനുള്ള ഒരു സ്ഥലമല്ല, നിങ്ങൾ essays ഒന്നും എഴുതേണ്ട ഒരു സ്ഥലമല്ല ഈ CVയും റെസ്യൂമെ എന്ന് പറയുന്ന സ്ഥലം. വളരെ ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാര്യം കൺവേ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം CVയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണൻസ്, അതായത് ഒരു CVയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. റൈറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് CVയിൽ വേണ്ടത്. അപ്പൊ അത് ആദ്യം നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ റെസ്യൂമയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ CVയുടെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലെറ്റ്സ് സേ ഓൾവേസ് റെസ്യൂമെ ആണെങ്കിലും CV ആണെങ്കിലും നിങ്ങൾ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഒരു കമ്പനി ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തരും, പറഞ്ഞിട്ടുണ്ടാവും അവരെന്താ നോക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ചിലപ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കമ്പനി റഷ് ലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ്, കോഴിക്കോട് കേരളയിലാണ്. ആൻഡ് അവരൊരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരാളെ നോക്കുകയാണ്. ആൻഡ് അവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അവർ നോക്കുന്നത്. അപ്പൊ ആ കമ്പനീനെ കുറിച്ച് ജസ്റ്റ് ചെറുതായിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും, അവർ തന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു ഐഡിയൽ ഫോം ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇങ്ങനെ സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അബൌട്ട് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. ആ കമ്പനീനെ കുറിച്ച്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനീനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ധാരണ
നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നല്ല രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. അത് ഏത് സെക്ടറാണ്, എന്തിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അത് നമുക്ക് CV ആവുമ്പോഴും റെസ്യൂമേ ആവുമ്പോഴും നമുക്ക് അത് ആവശ്യമുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പൊസിഷനെ കുറിച്ചിട്ട് അവർ പറയും. ഇവിടെ ജൂനിയർ കോർപ്പറേറ്റ് കൗൺസിൽ എന്നുള്ളൊരു പൊസിഷനിലോട്ടാണ് അവർ നോക്കുന്നത്. നമ്മളിപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോവാണെങ്കിൽ അവർ ഇന്റേൺസ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അതിനകത്ത് ചെറിയ രീതിയിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് അവർക്ക് വേണ്ട. ഒരു എൻട്രി ലെവൽ പൊസിഷൻ ആണ് അവർ നോക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇറ്റ് ഇസ് ഐഡിയൽ ഫോർ റീസെന്റ് ലോ ഗ്രാജുവേറ്റ്സ് ഹൂസ് ഈഗർ ടു ഗെയിൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ കോർപ്പറേറ്റ് ലോ. അപ്പൊ അവരുടെ മേഖല കോർപ്പറേറ്റ് ലോയുടെ ഏരിയ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. എന്താണ് വർക്ക് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. ദേ വിൽ വർക്ക് ക്ലോസ്ലി വിത്ത് സീനിയർ ലീഗൽ സ്റ്റാഫ് ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ലീഗൽ സപ്പോർട്ട് അക്രോസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്. അപ്പം ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ചില കീ വേർഡ്സ് ഉണ്ട്, ചില കീ വേർഡ്സുകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മളുടെ റെസ്യൂമേയിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം, റെസ്യൂമേ അല്ലെങ്കിൽ CV-യിൽ. അപ്പൊ കീ റെസ്പോൺസിബിലിറ്റിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഒരിക്കലും ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇവിടെ അവർ പറയുന്നുണ്ട് കണ്ടോ, അസിസ്റ്റിംഗ് ഇൻ ഡ്രാഫ്റ്റിംഗ്, റിവ്യൂയിങ്, നെഗോസിയേഷൻ, providing legal support to various departments within the company, like conduct legal research and analysis on regulatory developments, adeypole supporting the legal team in managing corporate governance matters, assisting in management of intellectual property rights, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് മിക്കവാറും ഒരു ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ എടുക്കുന്നത് അത് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ കൊടുക്കാനായിരിക്കും. നിങ്ങളെടുത്ത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് തരാനൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളെ എടുക്കാറുണ്ട്. അപ്പം അതാണ് മെയിൻലി നമ്മൾ നോക്കുക. അപ്പൊ ഇങ്ങനെ കീ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതും നമ്മൾ നോക്കണം. നമ്മൾ അതിൽ എലിജിബിൾ ആവോ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവർ എലിജിബിൾ ആണ്. ഇപ്പൊ ചില സമയത്ത് ഫ്രഷ് ലോ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അപ്ലൈ ചെയ്യാം. ചില സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും 3 ഇയർ മുതലുള്ള ആൾക്കാരെയാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോഴുള്ള പലരുടെയും പ്രശ്നം വായിക്കാനുള്ളൊരു മടിയാണ്. അതായത് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് വായിക്കുക, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു മടി, അത് പലർക്കും ഉണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കര ഔട്ട് ഗോയിങ് ആവേണ്ട ആളുകളാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും ലോയേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്, ലോയേഴ്സ് ആവാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മളുടെ എല്ലാ നേച്ചറിലുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ ഇൻട്രോവേർട്ട് ആണ്, അങ്ങനത്തെയാണ്, ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് വേണ്ട ഒരു സാധനമാണിത്. നമ്മളാണ് അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി തേടി പോവേണ്ടത്. ആരും ഇങ്ങോട്ട് പ്ലേറ്റിൽ കൊണ്ട് തരില്ല. കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആരും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലോട്ട് ഇങ്ങനെ കൊണ്ട് തരില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പൊ അത് അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊന്നും ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ചില കമ്പനികളിൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുക്കാറുമുണ്ട്. അപ്പൊ അഥവാ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കമ്പനീനെ കോൺടാക്ട് ചെയ്യാം, അവരുടെ അടുത്ത് ചോദിക്കാം, ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടു, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത്, എന്തായിരിക്കും റൂൾ, അങ്ങനെയുള്ള രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആൻഡ് ഓൾസോ അവരെന്ത് ചെയ്യും, പറയും ഈ രീതിയിൽ അപ്ലൈ ചെയ്യണം എന്ന് പറയും. പ്ലീസ് സബ്മിറ്റ് യുവർ CV ആൻഡ് കവർ ലെറ്റർ, ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇമെയിലോട്ട് അയക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് സ്പെസിഫിക്കലി അവർ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ സബ്ജക്ട് ലൈൻ ആയിട്ട് ഇടണം. ജൂനിയർ കോർപ്പറേറ്റ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞു ഇതിവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സബ്ജക്ട് ലൈൻ തന്നെ ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ലൈൻസ് ഇടരുത്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് വളരെ കെയർഫുള്ളി പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആക്ച്വലി ഇത്. നിങ്ങളോട് ഈ ഒരു സാധനം അയക്കാൻ വേണ്ടി പറയുമ്പം നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അപ്പൊ തന്നെ അത് റിജക്ട് ചെയ്യും, യാതൊരു സംശയമില്ല. അത് ചില ആൾക്കാർക്ക് ദയ ഉണ്ടെങ്കിൽ അവർ എടുക്കും, പക്ഷെ അല്ലെങ്കിൽ അവർ അപ്പൊ തന്നെ അവിടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ ഈ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഇംപ്രഷൻ അപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അഥവാ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി കോമ്പോണൻസിലോട്ട് പോകാം. നമ്മളിപ്പോ ഈ പറയുന്ന ജൂനിയർ കോർപ്പറേറ്റ് കൗൺസിൽ എന്നുള്ള ആ പൊസിഷനിലോട്ട് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഒരു CV നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ CVയുടെ ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ഹെഡർ ആണ്, ഒരു ഹെഡിങ്. ഈ ഹെഡിങ്ങിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാ കൊടുക്കേണ്ടത്, നമ്മളുടെ പേര് ആദ്യം കൊടുക്കണം, റൈറ്റ്. അപ്പം ഇവിടെ ഇപ്പൊ ഒരാളുടെ പേര് കൊടുത്ത രാം ഗോപാൽ എന്നുള്ള പേര് കൊടുത്തു, അദ്ദേഹത്തിന്റെ അഡ്രസ് അവിടെ കൊടുക്കണം. പിന്നെ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു നെയിം വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്രസ് വന്നിട്ടുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മൊബൈൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്,
പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതാ ലിങ്ക്ഡിന്റെ ഒരു പ്രൊഫൈൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. അപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ ഹെഡിങ്ങിൽ ഉണ്ടാവണം, നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നിർബന്ധമാണ്. കാരണം ഈ പറയുന്ന ഓരോ കാര്യത്തിനും എന്തുണ്ട്, പേർപ്പസ് ഉണ്ട്. പേര് എന്തായാലും നിങ്ങളുടെ ആർക്കറിയണം, നിങ്ങൾ എവിടെയുള്ള ആളാണ് എന്ന് അറിയണം. അത് ഈ പറയുന്ന അഡ്രസ്സിലൂടെയാണ് അറിയുന്നത്. നിങ്ങളുടെ സ്ഥലം, പ്ലേസ്, ലൊക്കേഷൻ ഇത് അറിയിക്കുന്നത് നിങ്ങൾ അഡ്രസ്സിലൂടെയാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴി ആണ് ഈ മൊബൈൽ ഫോണും ഇമെയിൽ ഐഡിയും. പിന്നെ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നുള്ളത് നിർബന്ധമാണ്. ഇന്നത്തെ കാലത്ത് ഇത് നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ഒറ്റ സിംഗിൾ ക്ലിക്ക് ഓഫ് ബട്ടണിൽ ഈ പറയുന്ന എംപ്ലോയർ, ഈ റിക്രൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് നിങ്ങളുടെ ഇമെയിൽ പോയി തുറന്നു നോക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കണം, അല്ലെ, ഫുള്ള് വായിച്ചൊക്കെ നോക്കണം. അപ്പൊ അതിനെക്കാട്ടും ഏറ്റവും എളുപ്പം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ, ഇപ്പൊ ഈ HR-ന്റെ ഇടയിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ അവർ കൺസൾട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പൊ ഇത് അയച്ച് കളിക്കുന്നതിനെക്കാട്ടും നല്ലത്, ഏറ്റവും സൗകര്യം എന്താണ്, ഈ ലിങ്ക്ഡിന്റെ ഈ ഒരു സിംഗിൾ URL അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അത് അയച്ചു കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യും, അവർ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഒക്കെ ഒന്ന് കയറി വിസിറ്റ് ഒക്കെ ചെയ്ത് നോക്കും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇമെയിലാണ്. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കുമാണ്. കാരണം നമുക്ക് കുറെ രജിസ്ട്രേഷൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറെ ഇമെയിൽ ഐഡീസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആളുകളുടെയും. ഇപ്പൊ കൂൾ ബോയ് 123 അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ രാജു 123 അല്ലെങ്കിൽ എന്താ പറയുക കൂൾ ഗേൾ 123 ഇങ്ങനത്തെ ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽസ് ഒന്നും ഒരു കാരണവശാലും നിങ്ങളുടെ CVയിലോ റെസ്യൂമെയിലോ വരാൻ പാടില്ല. CVയും റെസ്യൂമെയും ഒക്കെ പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിൻ്റെ ഉള്ളില് നിങ്ങളുടെ ഇമെയിൽ ID കറക്റ്റ് ആയില്ല, കഴിയുന്നതും നിങ്ങളുടെ പേര് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു 2 നമ്പർ ചേർക്കണമെങ്കിൽ 2 നമ്പർ ചേർത്തോളൂ. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി തോന്നണം നിങ്ങളുടെ ഇമെയിൽ ID. അങ്ങനത്തെ ഇമെയിൽ ID ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ പേര് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡോട്ട് ഇടാം. ഇപ്പൊ നിങ്ങളുടെ പേര് ഫസ്റ്റ് നെയിം കഴിഞ്ഞൊരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങളുടെ സെക്കൻഡ് നെയിം ഇടാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ID എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇതെല്ലാം മാറ്റർ ചെയ്യും. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ എന്തിനാ, ഒരു കാര്യമൊന്നുമില്ലല്ലോ. എവറി ഡീറ്റെയിൽ, ഓരോ ഡീറ്റെയിലും മാറ്റർ ചെയ്യും. കാരണം നിങ്ങൾ ഈ ഒരു ഹെഡർ നോക്കുമ്പോൾ തന്നെ ഇതിനൊരു പക്കാ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഓക്കെ കൊള്ളാം, ഇത് ഈ പറയുന്ന ആള് കുറച്ച് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഹെഡർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. സോ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഈ ഒരു കോൺടാക്ട് ഇൻഫോർമേഷന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും നോട്ടി, ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ യുവർ ഇമെയിൽ ഷുഡ് സൗണ്ട് പ്രൊഫഷണൽ, ഇത് നിർബന്ധമാണ്. ഈ ലിങ്ക്ഡിന്റെ അകത്തും ഞാൻ പറയുന്നുണ്ട്, ഞാൻ അത് ലിങ്ക്ഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അതെല്ലാവരും ചെയ്യേണ്ട കാര്യവുമാണ് എന്നുള്ളത് പറയേണ്ടതായിട്ടുണ്ട്. ദെൻ ഇതാണ് നമ്മളുടെ ഹെഡർ അല്ലെങ്കിൽ കോൺടാക്ട് ഇൻഫോർമേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി, ചില ആളുകൾക്ക് ഈ പറയുന്ന ഒരു മിനിറ്റ്, ചില ആളുകൾക്ക് പോയോ, സ്ലൈഡ് പോയി തോന്നുന്നു അല്ലെ, ഒരു മിനിറ്റ്, ജസ്റ്റ് സ്ലൈഡ് കാണുന്നുണ്ടോ? നോ സർ, സ്ലൈഡ് പോയി. ഓക്കെ, ജസ്റ്റ് ഓക്കെ. യെസ്. അപ്പം ഇപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കാര്യം ചോദിക്കട്ടെ, ഈ LLB എന്ന് പറയുന്നത് എങ്ങനെയാ എഴുതുക? L.L.B. ഇതാണോ LLB? ഇത് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ LL.B മൂന്നാമത്തത്, ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. ഈ മൂന്നാമത്തെ ഓപ്ഷൻ LL.B. ഏതാണ് ഇതിനകത്ത്? ഏതാ കറക്റ്റ് LLBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഐ മീൻ എങ്ങനെയാണ് കറക്റ്റ് റെപ്രസെന്റ് LLB എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത് കറക്റ്റ് ആയിട്ട്? ഇതിനകത്ത് ഏതാ LLB? ഇതിനകത്ത് ഏത് LLB ശരി? തേർഡ് വൺ ആണ് അല്ലെ? തേർഡ് വൺ ആണ്, സെക്കൻഡ് വൺ അല്ല, തേർഡ് വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഈ പീരീഡ് ഇടുന്ന സമയത്ത്, നമ്മൾ ഈ പറയുന്ന പീരീഡ് ഇടുന്ന സമയത്ത് പലരും മിസ്റ്റേക്ക്, അതായത് ആൾക്കാര് ചില സമയത്ത് ഇപ്പൊ ഇനീഷ്യലൊക്കെ എഴുതുന്ന സമയത്ത്, ഇപ്പൊ ലെറ്റ്സ് എന്റെ പേര് ഞാൻ ഇങ്ങനെ എഴുതാൻ വിചാരിച്ചു തൽക്കാലത്തോട്ട്, അജയ് രത്നൻ, എനിക്ക് ഇനീഷ്യൽ ഒന്നുമില്ല, ഞാൻ എന്നാലും വെറുതെ ഒരു ഇനീഷ്യൽ ഇടാം.
ടി എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ഒന്നിക്കൽ നിങ്ങൾ ഡോട്ട് എവിടെയും യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഡോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ഡോട്ട് യൂസ് ചെയ്യണം. അപ്പൊ ടി എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ ആണ്, അത് ടി കഴിഞ്ഞിട്ടേ ഡോട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അജയ് രത്നം കഴിഞ്ഞിട്ട് ഡോട്ട് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഡോട്ട് എന്താ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഡോട്ടിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം എന്ന രീതിയിൽ കരുതിയാൽ മതി. നമ്മൾ ഒരു കാര്യത്തിന് ഷോർട്ട് ആക്കുമ്പോൾ ബാക്കി ലെറ്റേഴ്സ് എല്ലാം ഈ ഡോട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പൊ എന്റെ പേരിന്റെ അകത്ത് ഇപ്പൊ ലെറ്റ്സ് അജയ് രത്നം എന്നുള്ള പേരിന്റെ അകത്ത് വേറെ ഒന്നുമില്ല, രത്നം എന്നുള്ളത് ഫുൾ നെയിമാണ്. അവിടെ ഇനി ഞാൻ കഴിഞ്ഞിട്ട് ഡോട്ട് ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല, ഞാൻ ഡോട്ട് ഇടാൻ പാടില്ല. ഇപ്പൊ രാം ഡോട്ട് ഗോപാൽ എന്ന് എഴുതാൻ വേണ്ടി പാടില്ല, രാം ഗോപാൽ ഡോട്ട് എന്ന് ഇടാൻ വേണ്ടി പാടില്ല. ഒന്നിക്കൽ നിങ്ങൾ പീരീഡുകൾ എവിടെയും യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യണം. ഇപ്പൊ പലയിടത്തും ഇപ്പോഴും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോഴും പല വക്കീലന്മാർക്കും ഈ LLB എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയുന്നില്ല. എല്ലാവരും എങ്ങനെ എഴുതുന്ന അറിയോ, L ഡോട്ട് B ഡോട്ട് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇത് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, L എന്നുള്ളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് കഴിഞ്ഞിട്ട് B ഡോട്ട് എന്നാണ്. കാരണം ഈ L എന്നുള്ളത് ലീഗം എന്ന് പറയുന്ന വാക്കാണ്, ലീഗം. പിന്നെ B എന്ന് പറയുന്നത് ബക്കലോറിയസ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ പറയുന്ന LL ഡോട്ട് B ഡോട്ട് എന്ന് പറയുന്നത്. ഇതപ്പോ ഈ ഒരു രീതിയിലാണ് ഇതിന്. ഒന്നിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എവിടെയും ഡോട്ട് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഡോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലങ്ങളിൽ ഡോട്ട് യൂസ് ചെയ്യണം. അത് എപ്പോഴും ഓർത്ത് വെക്കണം, ഈവൻ പേരിന്റെ ഇനീഷ്യൽ ആണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ദെൻ അടുത്തത് ഒരു പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഈ ഒരു ഹെഡർ കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഒരു പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആണ് കൊടുക്കേണ്ടത്. അതൊരു 3-4 ലൈനിൽ എന്ത് ചെയ്യാണ്, അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സാധനം ഇപ്പൊ ഇവിടെ പറയാണ്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചാണ് ഈ ഒരു സാധനം. റീസെന്റ് BBA LLB ഓണേഴ്സ് ഗ്രാജുവേറ്റ് വിത്ത് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോർപ്പറേറ്റ് ലോ ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഈഗർ ടു അപ്ലൈ മൈ അക്കാഡമിക് നോളേജ് ആൻഡ് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ് ടു കോൺട്രിബ്യൂട്ട് ആസ് എ കോർപ്പറേറ്റ് കൗൺസിൽ. ആ ഒരു കമ്പനിയുടെ പേര്. Keen on supporting legal operations in renewable energy sector with proactive and analytical approach. ഇതെല്ലാം എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കീവേഡ്സ്, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സുകളെല്ലാം മിക്ക മേജർ ആയിട്ടുള്ള കീവേഡ്സും ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇന്റേൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ലോ സ്റ്റുഡന്റ്. കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ, നിങ്ങളുടെ അഡ്രസ് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി കൃത്യമായിട്ട് അഡ്രസ് ചെയ്യണം. നിങ്ങളൊരു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ നിങ്ങളൊരു ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡന്റ് ആണ്, ഇവിടെ ഈ ഒരു സ്ഥലത്താണ് ലോ സ്റ്റുഡന്റ് ചെയ്യുന്നത്, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഈ പ്രൊഫഷണൽ സമ്മറി ഓർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് യുവർ സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് ഗോൾസ്. ഇറ്റ് സെറ്റ്സ് ദ ടോൺ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ CV ആൻഡ് ഹുക്സ് ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. റൈറ്റ്. അപ്പം ഇത് ഒരു ടൈലർ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമാണ്. ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. സെയിം സാധനം തന്നെ പല സ്ഥലങ്ങളിലോട്ട് അയക്കരുത്. പല സ്ഥലങ്ങളിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സമ്മറിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ദെൻ മൂന്നാമത്തെ കോമ്പോണന്റ് ആണ് എഡ്യൂക്കേഷൻ. ഇതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചാടിക്കേറി നേരെ ഇന്റേൺഷിപ്പ് സ്കില്ലിലോട്ടൊന്നും പോകരുത്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആൾക്ക് അറിയേണ്ടത്, ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാരണം ആദ്യം നിങ്ങളുടെ കോൺടാക്ടിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. 2, നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ഇവിടെ നോക്കുകയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ നോക്കുകയാണ്. ക്വാളിഫിക്കേഷൻസ് എപ്പോഴും എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് മസ്റ്റ് ഓൾവേസ് ബി ഇൻ റിവേഴ്സ് ക്രോണോളജി. റിവേഴ്സ് ക്രോണോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ പോവാണ്. 1 മുതൽ 10 വരെ പോവാണെങ്കിൽ 1, 2, 3, 4, 5, 6 വരും. റിവേഴ്സ് ക്രോണോളജി എന്ന് പറഞ്ഞാൽ 10 എന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 10, 9, 8. അപ്പൊ റിവേഴ്സ് ക്രോണോളജി എഡ്യൂക്കേഷൻ ചെയ്യണം എന്ന് പറയുമ്പം ഐഡിയ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഇപ്പൊ പ്രസന്റ്ലി നിങ്ങളുടെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ എന്താണ് ഇപ്പൊ അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ പ്ലസ് ടുയുടെ കാര്യം പറയണം, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡിഗ്രിയുടെ കാര്യം നിങ്ങൾ പറയണം, റൈറ്റ്. എന്നിട്ട് ഈ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാണ്, പലപ്പോഴും പല ആളുകളും മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എനിക്ക് എക്സാക്ട് ആയിട്ടുള്ള ഡേറ്റ് ഒന്നും വേണ്ട, എനിക്ക് എക്സാക്ട് ആയിട്ടുള്ള ഡേറ്റോ മന്തോ ഒന്നും വേണ്ട.
നിങ്ങൾ തൽക്കാലം ഈ ഒരു CV-ന്റെ അകത്ത് മെൻഷൻ ചെയ്യുമ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാവേണ്ടത് ആദ്യം ഡേറ്റ് ഉണ്ടാവണം, ഇയർ ഉണ്ടാവണം. ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെ. സോ 2019 മുതൽ 2024 വരെ ഇയർ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി എന്ത് കോഴ്സാണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. BA LLB ഓണേഴ്സ്, അല്ലെങ്കിൽ സാധാരണ രീതിയിലാണ് യൂണിറ്ററി LLB അല്ലെ, അത്. പിന്നെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ എവിടെയാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ആൻഡ് അവിടെ പെർസെൻറ്റേജും മെൻഷൻ ചെയ്യണം. പെർസെൻറ്റേജിന്റെ കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഒരു കാര്യം, സാധാരണ രീതിയിൽ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യണം. പക്ഷേ നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പെർസെൻറ്റേജ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അത് അവർ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കുകയാണ്. കാരണം അത് മാറ്റർ ചെയ്യുന്നില്ല. പല സ്ഥലങ്ങളിലും ഇപ്പൊ അങ്ങനെ മാറ്റർ ചെയ്യുന്നില്ല. അത് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. പക്ഷെ ഒരു ഐഡിയൽ CV-ന്റെ ഉള്ളിൽ പെർസെൻറ്റേജ് വെക്കണം എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഞാൻ വീണ്ടും എക്സെപ്ഷൻ, നമ്മൾ ലോ പഠിക്കുന്ന ആൾക്കാരാണ്, അപ്പൊ എക്സെപ്ഷനും എക്സെപ്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു എക്സെപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അഥവാ ഇത് കാണിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ അത് തൽക്കാലം ഒന്ന് മറച്ചു വെക്കുക. അതായത് പെർസെൻറ്റേജിനെ കുറിച്ചിട്ട് എവിടെയും മെൻഷൻ ചെയ്യേണ്ട. അഥവാ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അത് റെലവെന്റ് ആണെങ്കിൽ മാത്രം അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അവർ ചിലപ്പോൾ മേ ബി അവർ വിളിക്കുന്ന സമയം ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഐഡിയലി കുഴപ്പമില്ലാത്ത പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാണിച്ചോളൂ, ഒരു കുഴപ്പമില്ല. റൈറ്റ്. ദെൻ അടുത്തത് എന്ത് ചെയ്യാം, നിങ്ങൾ അതിന് മുന്നേ എന്താണ് ചെയ്തത്? ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, അതിന് മുന്നേ എന്താണ് +2 ചെയ്യുകയാണെങ്കിൽ +2യുടെ ഇയർ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇതേ സെയിം ഏതാണ് കോഴ്സ്, +2 ആണ്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ഏതാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പെർസെൻറ്റേജ്, ദെൻ 10th ആണെങ്കിലും അത്. അപ്പൊ ഇത് സാധാരണ ഈ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അധിക കാര്യങ്ങളൊന്നും എഴുതാൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും 10th മുതലുള്ള കാര്യങ്ങളെ എഴുതി വെക്കുക. അതിനകത്ത് 10th വേണം, +2 വേണം, ആൻഡ് ഓൾസോ എന്താ പറയാ, നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡിഗ്രിയും എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്യണം. അപ്പം ഇത്രയും സാധനങ്ങൾ എന്തായാലും ഉണ്ടാവണം, അത് മസ്റ്റാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പോണന്റ് അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഓക്കെ. ദെൻ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്. ഇത് ചിലപ്പം ഒരു ഫ്രഷറിന് ഉണ്ടാവില്ല. ഒരു ഫ്രഷറിന് ചിലപ്പോൾ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന ഏരിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾ പുതിയതായിട്ട് ആദ്യമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഇന്റേൺഷിപ്പിന്റെ ഏരിയ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. റൈറ്റ്. അപ്പം ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്? വെറുതെ മെൻഷൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ എന്ത് റോൾ ആയിരുന്നു നിങ്ങൾക്ക് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. നിങ്ങൾ എന്തായിരുന്നു ചെയ്തത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഓൾവേസ് ആ ഒരു എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ പറയുമ്പോൾ അത് ആക്ഷൻ വേർബ്സ് വെച്ചിട്ടായിരിക്കണം പറയേണ്ടത്. അസിസ്റ്റഡ്, കണ്ടക്റ്റഡ്, ഡ്രാഫ്റ്റഡ് എന്ന് പറയുന്ന വാക്കുകൾ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ അതൊരു ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഡ്രാഫ്റ്റഡ് 5, ഒരു നമ്പർ ഉണ്ടാവണം. നിങ്ങൾ ഒരു 5 ഡോക്യുമെന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ലീഗൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ റിവ്യൂ ചെയ്തു, ഒരു 10 ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കണം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. റിസർച്ച് ചെയ്തു എന്നുള്ള രീതിയിലൊന്നും എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ഈ സ്ഥലത്ത് പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അത് നിർബന്ധമാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് വൺ നിങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളതാണ്. ലീഗൽ ഇന്റേൺ ഏതാണ്, ഫേം അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഏതാണ്, ഓർഗനൈസേഷൻ ഏതാണ്, അത് കഴിഞ്ഞ് അതിന്റെ പ്ലേസ് എവിടെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ മന്ത് ആൻഡ് ഇയർ, നിങ്ങൾ എപ്പോഴാണ് ഇന്റേൺഷിപ്പ് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട്, ആ ഒരു ടൈം പീരീഡ് എഴുതി വെക്കണം. അത് നിർബന്ധമാണ്. ദെൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, തുടങ്ങുന്നത് പക്കാ ആക്ഷൻ വേർബ്സ് വെച്ചിട്ടാണ്. ഡ്രാഫ്റ്റഡ് ആൻഡ് റിവ്യൂഡ്, കണ്ടക്ട്, ഫെസിലിറ്റേറ്റഡ് രീതിയിൽ പറയുകയാണ്. അപ്പൊ ഈ ഒരു രീതിയിലായി ആണ് ഏറ്റവും മിക്ക റെസ്യൂമേഴ്സും, മിക്ക പ്രൊഫഷണൽ റെസ്യൂമേഴ്സും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പൊ നിങ്ങൾക്ക് അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിലും നിങ്ങൾ അവിടെ ചെയ്യണം. നിങ്ങൾ അവിടെ ഒരു ഒബ്സർവർ ആയിട്ട് നോക്കി നിൽക്കരുത്. നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ
ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ആവരുത്, അത് മാത്രം ആവരുത് നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഈ വക്കീൽമാരുടെ ഓഫീസിലൊക്കെ പോകും, എന്നിട്ട് വെറുതെ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നോക്കിയിരിക്കും, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചില ഓഫീസുകളിൽ പോകും, ചില കമ്പനികളിൽ പോകും, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവര് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ള വെറുതെ നോക്കിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെ പറ്റില്ല. അങ്ങനെ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകരുത്. അഥവാ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിപ്പെട്ടെങ്കിൽ നിങ്ങൾ അവരോട് വളരെ മാന്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യുക, സർ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തരണം, എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് വേണം, വർക്ക് ചെയ്യണം, എനിക്ക് വെറുതെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഞാൻ എന്തെങ്കിലും ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഇന്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലിന്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. നല്ലൊരു ഓഫീസായിരുന്നു, കുറേ ഫയലുകളും കുറേ കേസുകളും നടക്കുന്ന ഒരു ഓഫീസാണ്. അവിടെ ക്രിമിനലും സിവിലും എല്ലാം ഉണ്ട്. ഇന്റേൺഷിപ്പ് ആണ് കേട്ടോ. അതായത് എൻ്റെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇന്റേൺഷിപ്പിന് വേണ്ടി പോയ സമയത്താണ്. അപ്പം അവിടെ പോയപ്പം മൂപ്പര് ഒരു 4 ആഴ്ച അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു. 4 വീക്സ് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു ആ ഒരു സ്ഥലത്ത്. അപ്പം കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പം മൂപ്പര് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഞാൻ കാര്യമായിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. ഞാൻ അവിടെ ആക്ച്വലി ചെയ്തത് മൂപ്പരുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറെ ലിസ്റ്റ് ഓഫ് ആളുകൾ, ഗസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ആ ഗസ്റ്റുകൾക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുക, ഇമെയിൽ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടി ആയിരുന്നു ഞാൻ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് ഗുണമാണ് ആ ഒരു ഇന്റേൺഷിപ്പിനെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു കാരണവശാലും ആവാൻ വേണ്ടി പാടില്ല. നിങ്ങൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഒരിക്കലും ഒരു സ്ഥലത്തും ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. സർട്ടിഫിക്കറ്റ് എന്ന രീതിയിലല്ല, അവിടെ മാറ്റർ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആണ്. കാരണം സർട്ടിഫിക്കറ്റുകളെല്ലാം വെറും പേപ്പർ കടലാസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പർ കഷ്ണങ്ങളാണ്. അതിനൊന്നും മാറ്റർ ചെയ്യുന്നേ ഇല്ല. അത് ഇനിയിപ്പോ നിങ്ങൾക്ക് പേപ്പർ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നല്ല നിങ്ങളെ പണിയെടുപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സിവിന്റെ അകത്ത്, റെസ്യൂമിന്റെ അകത്ത് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യണം. മെയിൻ ഐഡിയ, നമ്മളുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോ കോളേജ് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേലും നിങ്ങളുടെ സിവിയും റെസ്യൂമിയും നിറയണം. വെറുതെ നിറഞ്ഞാൽ പോരാ. നിങ്ങൾ വെറുതെ എന്തെങ്കിലും എഴുതിയിട്ടിട്ട് നിറച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ സുഖമാണ് നിറയ്ക്കാൻ വേണ്ടി. നമ്മള് ചാറ്റ് ജിപിന്റെ അടുത്തോ ജെമിനൈന്റെ അടുത്തോ വെറുതെ പറഞ്ഞാൽ മതി, ഒന്ന് ഫുള്ള് എനിക്ക് സംഭവം ഉണ്ടാക്കി താന്ന് പറഞ്ഞാൽ മതി, അവരുണ്ടാക്കി തരും. ഒരു കുഴപ്പമില്ല. പക്ഷെ മീനിങ് ഫുൾ ആയിരിക്കില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം വർക്ക് ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കണം നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോവേണ്ടത്. ദെൻ സിവിന്റെ അടുത്ത് വരേണ്ടത് നിങ്ങളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നിങ്ങളുടെ ഓണേഴ്സ്, നിങ്ങൾ പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, വോളണ്ടിയർ വർക്കുകൾ, നിങ്ങൾ മോഡ് കോർട്ടിനൊക്കെ ചിലപ്പോൾ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലുള്ള പല പരിപാടികൾക്ക് നിങ്ങൾ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അങ്ങനത്തെയുള്ള സിറ്റിയിൽ ഓർഗനൈസ് ചെയ്യുന്ന പല ഫെസ്റ്റിവൽസിൽ നിങ്ങൾ ചിലപ്പോൾ വോളണ്ടിയർ ആയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ അകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടാവണം. 5 വർഷം അല്ലെങ്കിൽ 3 വർഷം ലോ കോളേജിലുണ്ട്, വെറുതെ കളയരുത്. ഒരു കാരണവശാൽ നിങ്ങൾ സമയം വെറുതെ കളയരുത്. നിങ്ങൾക്ക് വെറുതെയും കളയും ചെയ്യും, വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ 5 വർഷം 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു റിഗ്രറ്റ് ഉണ്ടാവും പിന്നീട്. കാരണം നിങ്ങളോട് ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. അത് വെറുതെ തള്ളാവാൻ പാടില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിച്ചു, ഞാൻ ഇന്ന സ്കില്ലുകൾ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ ഇവിടെ കോ കരിക്കുലർ ആക്ടിവിറ്റി, പബ്ലിക്കേഷൻ, പ്രസന്റേഷൻ, ഒരുപാട് പബ്ലിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഉണ്ട് ലോ സ്റ്റുഡൻസിന്. പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റുകൾ എഴുതാം, പല സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതാം, അല്ലെ? ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അത് ചെയ്യുക. സെമിനാറുകൾ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഒരു കാരണവശാൽ വേറൊരു കാര്യമുള്ളത്, ഈ പബ്ലിഷ് ചെയ്യുന്ന കാര്യം ഒരു കാരണവശാൽ ആരും പൈസ കൊടുത്ത് പബ്ലിഷ് ചെയ്യരുത്. അങ്ങോട്ട് പൈസ കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്നും വിലയില്ല. അത് ആദ്യം ഞാൻ പറയാണ്. അങ്ങോട്ട് ഒരു ഇപ്പൊ കമ്പനി നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങാണ്, ഇത് പബ്ലിഷ് ചെയ്തുതരാം പക്ഷെ പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മനസ്സിലായിക്കോ ആ കമ്പനി യാതൊരു കാര്യമില്ല, ഒരു വാല്യൂ ഇല്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പം നല്ല സ്ഥലങ്ങളിൽ പബ്ലിക്കേഷൻ, നല്ല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾസ് എഴുതുക, നല്ല സ്ഥലങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റുകൾ
എഴുതുക. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പബ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇതിപ്പോ നമുക്കറിയാം ഒരു റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം, ഈ റഷ് ലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ടത്. അതോ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ സെമിനാർസ് അറ്റൻഡ് ചെയ്തിരുന്നുണ്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു റിന്യൂവബിൾ എനർജി കമ്പനിയുടെ ഒരു ഇതിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ ക്രിമിനൽ ലോയിൽ ഞാൻ ഇന്ന സ്ഥലത്ത് സെമിനാർ ചെയ്തു, ഡെത്ത് പെനാൽറ്റിനെ കുറിച്ച് സെമിനാർ ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ദർ ഇസ് എ മിസ്മാച്ച്. ഒരു മിസ്മാച്ച് ആണ്. കാരണം അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അത് ഇവിടെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ബട്ട് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അതുമായിട്ട് യാതൊരു നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്രിമിനൽ ലോയിൽ ഞാൻ സെമിനാർ ചെയ്തിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, എനിക്ക് റിസർച്ച് ചെയ്യാൻ കഴിവുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ പക്ഷെ നിങ്ങൾ ഒരു 4-5 സെമിനാർസിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ആ ഒരു കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും സാധനമാണെങ്കിൽ മാത്രം നിങ്ങൾ അത് മെൻഷൻ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മാത്രം മെൻഷൻ ചെയ്താൽ മതി, ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്. അതേപോലെ തന്നെ വോളണ്ടിയർ വർക്കുകളെല്ലാം നിങ്ങൾ കോളേജിലുള്ളതോ അല്ലെങ്കിൽ എവിടെയുള്ള വർക്കുകളാണെങ്കിലും നിങ്ങൾ വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം പല സ്ഥലങ്ങളിൽ വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. കാരണം വോളണ്ടിയറിങ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ഒക്കെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകൾ കാണിക്കുന്ന ഒരു സംഭവമാണ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, നിങ്ങളുടെ ഓർഗനൈസേഷൻ കേപ്പബിലിറ്റി, നിങ്ങൾക്ക് ടീമുമായിട്ടുള്ള കൊളാബറേഷൻ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതൊക്കെ കാണിക്കുന്ന സംഭവമാണ്. അപ്പൊ വോളണ്ടിയറിങ് വർക്കും എന്ത് ചെയ്യണം, നിങ്ങൾ മെൻഷൻ ചെയ്യണം. വോളണ്ടിയർ വർക്ക് ഒന്നും ആരും ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ വോളണ്ടിയർ ചെയ്യണം. അത് ഇഷ്ടം പോലെ നമ്മളെ ഈ പറയുന്ന സിറ്റി, നമ്മളെ കാലിക്കറ്റിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങൾക്ക് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ ഇപ്പൊ പാലിയേറ്റീവ് കെയറിലൊക്കെ നിങ്ങൾക്ക് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ പുറത്തോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് ഇപ്പൊ പാലിയേറ്റീവ് കെയറിലൊക്കെ അവിടെ കാഷ്യർ ആയിട്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ ഇന്റേൺഷിപ്പുകൾ ചെയ്യാം. ഇങ്ങനെ കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾ നടത്തി എന്ന് പറയുന്നത് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലോട്ടൊക്കെ നിങ്ങൾ പിന്നീട് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇയാൾ വളരെ പ്രൊആക്റ്റീവ് ആണ്, ഇയാൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ വരും. അപ്പം ഈ ഒരു എലമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളും ഉണ്ട്, അതായത് നമ്മളെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ദയവ് ഇത് അങ്ങനത്തെ ആളുകളാവരുത്. നിങ്ങൾ കോളേജ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഈ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോളേജിലുള്ള ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യണം, പങ്കെടുക്കണം, നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ഇപ്പൊ കോളേജിൽ അങ്ങനെ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ കോളേജിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നിങ്ങൾ പങ്കെടുക്കണം. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട കാര്യം. അതേപോലെ നിങ്ങളുടെ സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ എനിക്ക് ഇന്ന സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയണം, എനിക്ക് അഡോബ് ഫോട്ടോഷോപ്പിൽ അറിയാം, എനിക്ക് ക്യാൻവ യൂസ് ചെയ്യാൻ അറിയാം, ക്യാൻവയിൽ എനിക്ക് അത്യാവശ്യം ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ AI-യുടെ കാലഘട്ടമാണ്, അപ്പൊ AI-ന്റെ അകത്ത് ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ആക്ച്വലി ഇപ്പം AI പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അപ്പം ആ ഒരു AI-നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനം. അപ്പൊ AI നിങ്ങൾക്ക് ചിലപ്പോൾ ജെമിനി നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ChatGPT യൂസ് ചെയ്യുന്നുണ്ടാവും. സ്പെസിഫിക് ആയിട്ട് എഴുതണം, അല്ലാതെ വെറുതെ പ്രൊഫഷൻ ഇൻ AI എന്ന് പറഞ്ഞിട്ട് യൂസിങ് AI ടൂൾസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ടൂൾ എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഒരു CV-ന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് റെഫറൻസസ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും എന്ന് ഉറപ്പുള്ള ഒരാളുടെ നമ്പർ നിങ്ങൾ അവരോട് ആദ്യം ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, ആരെങ്കിലും ഞാൻ ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പൊ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് നിങ്ങൾ അവരോട് ആദ്യം പറഞ്ഞു വെക്കണം. ഞാൻ നിങ്ങളുടെ പേര് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ആളുകളുടെ കുറച്ച് പേരുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുക. അപ്പൊ ഈ കമ്പനികൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുമായിട്ട്, കാരണം അവർക്ക് അറിയില്ല ഇവർ ആരായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിലുള്ള ഒരാള്
ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ ഒരാള് റെക്കമെൻഡ് ചെയ്യുന്നത് നന്നാവും. അപ്പൊ അത് കുറച്ചും കൂടി വലിയൊരു വാലിഡേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത്. അപ്പൊ അതും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഉറപ്പ് വരുത്തണം നിങ്ങളെ പറ്റി നല്ലത് പറയുന്ന ഒരാളായിരിക്കണം എന്ന് എന്ത് ചെയ്യണം, എന്തായാലും ഉറപ്പ് വരുത്തണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിവിയുടെ ഉള്ളിൽ. റെസ്യൂമിന്റെ അകത്തും ഇതേ കാര്യങ്ങളാണ്. പക്ഷെ നമുക്കറിയാം റെസ്യൂമെ എന്ന് പറയുന്നത് ഒരൊറ്റ പേജിൽ അല്ലെങ്കിൽ 2 പേജിൽ മാക്സിമം ഒതുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ റെസ്യൂമിന്റെ അകത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒതുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ഒതുക്കി. എന്തൊക്കെയാണുള്ളത്? പേരുണ്ട്, പിന്നെ അഡ്രസ് ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഉണ്ട്, ആൻഡ് ഓൾസോ മൊബൈൽ നമ്പർ ഉണ്ട്, പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട്. ഓൾസോ ഇവിടെ ലിങ്ക്ഡിനും കൂടി വേണം കേട്ടോ. ലിങ്ക്ഡിൻ ഇപ്പൊ നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നമ്മളുടെ സി വിക്ക് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഹെഡർ തന്നെ നിങ്ങൾ ഇതിനും ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എഡ്യൂക്കേഷന്റെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒതുക്കണം. കാരണം നിങ്ങൾ ഇതെല്ലാം ഒരൊറ്റ പേജിനുള്ളിൽ നമുക്ക് കൊള്ളിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഇൻഫോർമേഷനും ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വളരെ ജുഡീഷ്യസ്ലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കോഴ്സ് ഏതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, യൂണിവേഴ്സിറ്റി ഏതാണ്, പെർസെന്റേജ് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുത്തിരിക്കുകയാണ്. ആ കോളേജ് എവിടെയാണ്, സ്ഥലം എവിടെയാണ്, ആൻഡ് വർഷവും ഞാൻ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒതുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു സിംഗിൾ പേജിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓൾസോ ലീഗൽ ഇന്റേൺഷിപ്പ് എഴുതുമ്പോഴും ഇതേപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്തു, ഒരു രണ്ട് ബുള്ളറ്റ് പോയിന്റുകളിലായിട്ട്, മാക്സിമം ഒരു 2 ബുള്ളറ്റ് പോയിന്റുകളിലായിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ ലീഗൽ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ പറയാണ്. ഫേമിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ റോൾ എന്താ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫേം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലേസ് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾസോ ടൈം പീരീഡും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ആക്ഷൻ വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രാഫ്റ്റഡ്, കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞ ആക്ഷൻ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഒരു രീതിയിൽ എഴുതാം. ആൻഡ് ലീഡർഷിപ്പ് ആൻഡ് ആക്ടിവിറ്റീസ് എന്നുള്ളത്, അതായത് നിങ്ങളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ളൊരു സെക്ഷൻ ആണ്. അതിനകത്ത് അതും എന്ത് ചെയ്യുക, വളരെ ആ ഒരു പെർട്ടിക്കുലർ ജോബിന് ആവശ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജോബിന് റെലവെന്റ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങൾ മാത്രം എഴുതുക. ആവശ്യമില്ലാതെ കുത്തി നിറയ്ക്കാൻ നിൽക്കരുത്. ആൻഡ് ഓൾസോ വേറൊരു കാര്യം കൂടി, നിങ്ങൾ റെസ്യൂമിന്റെ അകത്തോ സിവിന്റെ ഉള്ളിലോ ഉപയോഗിക്കുന്ന ഓരോ വാക്കിന്റെ അർത്ഥവും നിങ്ങൾക്ക് അറിയണം. ഓരോ വാക്കിന്റെ അർത്ഥം. ഇപ്പോഴുള്ള പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴുള്ള പ്രശ്നം, എല്ലാവരും AI യൂസ് ചെയ്യും. ഒരു കുഴപ്പമില്ല, AI യൂസ് ചെയ്തോളൂ. ഞാൻ അതിൽ ഒരിക്കലും അതിന് എഗെയിൻസ്റ്റ് ഇല്ല. ഞാൻ പറയുന്നത് AI നമ്മൾ കൂടെ തന്നെ യൂസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഉറപ്പുവരുത്തണം അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് നിങ്ങൾക്കും കൂടി അറിയുന്ന വാക്കുകളാണ് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചില സമയത്തൊക്കെ ചോദിക്കും നിങ്ങളോട്. അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും AI യൂസ് ചെയ്തിട്ടുണ്ടോ, AI യൂസ് ചെയ്തിട്ട് എഴുതിയതാണോ എന്നൊക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്ത് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് മാറ്റർ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം മാറ്റർ ചെയ്യും. കാരണം ഒരു വൃത്തിയില്ലാത്ത, ഒരു തീരെ ഫോർമാറ്റഡ് അല്ലാത്തൊരു ഡോക്യുമെന്റ് ആണ് അയച്ചത് കൊടുത്തതെങ്കിൽ അത് ഒന്നിക്കൽ അത് റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ്, കാരണം നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ പേഴ്സണലി ഇന്റർവ്യൂവിന് വിളിക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും ഈ പറയുന്ന ഇതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഈ വാക്ക് എന്താണ്, നിങ്ങൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് AI ഒക്കെ യൂസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്താണ് എഴുതുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയണം. ആൻഡ് ഫൈനലി സ്കിൽസിന്റെ സെക്ഷന്റെ അകത്ത് കൃത്യമായിട്ട് സ്കില്ലുകൾ എന്തൊക്കെയാ, പ്രൊഫഷണൽ, ലീഗൽ റിസർച്ച്, ഡ്രാഫ്റ്റിംഗ് എന്നൊക്കെ നിങ്ങൾ പറയാണ്, കോൺട്രാക്ട് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ. ഇത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്ന സ്കില്ലുകൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പൊ AI യൂസ് ചെയ്യുന്നതൊക്കെ ഒരു സ്കില്ലാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ്ലി മറന്നു പോയത് ആരും. AI യൂസ് ചെയ്യുന്നത് എന്ന് പറയും, AI എനിക്ക് യൂസ് ചെയ്യാം അറിയാം. ക്യാൻവ അല്ലെങ്കിൽ അതേപോലത്തെ അഡോബ് എക്സ്പ്രസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. കണ്ടന്റ് ക്രിയേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അകത്ത് സ്കില്ലുകളുടെ അകത്ത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. അപ്പം ഇതാണ് നമ്മളിപ്പോ നോക്കിയത്. റെസ്യൂമിയും CVയുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിന്റെ ഫോർമാറ്റിംഗ് ഞാൻ പറഞ്ഞു, ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെറിയ ഡീറ്റെയിലുകൾ വളരെയധികം മാറ്റർ ചെയ്യുന്നത്. ഒരു നല്ല ഫോണ്ട് ഉപയോഗിക്കുക. നിങ്ങൾ കോമിക് സാൻസ് എന്നൊക്കെ പറഞ്ഞ ഫോണ്ട് കേട്ടിട്ടുണ്ടാവും. അതൊന്നും ഉപയോഗിക്കരുത്, ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല ഭംഗിയിട്ടുള്ള, ഒരു പ്രൊഫഷണൽ ലുക്ക് ഉള്ള ഒരു ഫോണ്ട് ഉപയോഗിക്കാം. മിക്കവാറും എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ്, ഒരു ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോണ്ട് എന്ന് പറഞ്ഞ ടൈംസ് ന്യൂ റോമൻ ആണ്. മിക്ക സ്ഥലങ്ങളിലും കാണുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ടൈംസ് ന്യൂ റോമൻ താല്പര്യമില്ല, ഒരു ക്ലീശ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതൊരു എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ, എനിക്കൊരു ചേഞ്ച് വേണം എന്നുള്ളതിന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഹെൽവറ്റിക്ക നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈവൻ ഏരിയലും നല്ലൊരു ഫോണ്ടാണ് അത്. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഫോണ്ട് സൈസ് എപ്പോഴും ഒരു 10 അല്ലെങ്കിൽ 12 പോയിന്റ്സിലോ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഹെഡിങ്ങുകൾക്കെല്ലാം 14 അല്ലെങ്കിൽ 16 പോയിന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.
ആവശ്യമില്ലാതെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും ആ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന പ്രൊഫഷണൽ ടച്ച് എന്റെ ഡോക്യുമെന്റിന് വേണം എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം നിർബന്ധമായിട്ടും. ദെൻ അലൈൻമെന്റുകൾ കൃത്യമായിരിക്കണം. ഫോമാറ്റിംഗ് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. നിങ്ങൾ ഒരു സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് അലൈൻ ഒക്കെ ചെയ്ത് ഒന്നിക്കൽ ലെഫ്റ്റ് അലൈൻഡ് ആക്കണം. റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സ്പേസുകൾ കൊടുക്കണം, കൃത്യമായിട്ടുള്ള ലൈൻ സ്പേസിങ് കൊടുക്കണം. ലൈൻ സ്പേസിങ് ഈ 2 ലൈനുകൾ കണ്ട ഈ പറയുന്ന നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റ് ഞാനിപ്പോ ഈ ഒരു സ്ലൈഡ് കാണുമ്പോഴത്തേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ചെറിയൊരു വൃത്തിയുണ്ട്, നിങ്ങൾക്ക് ഒരു വൃത്തി ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ഈ പറയുന്ന 2 ലൈനുകളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലൈൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കൺസിസ്റ്റൻസി ഇതിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ സബ് ഹെഡിങ്സ് എല്ലാം ഞാൻ ബോൾഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇങ്ങനെ കൃത്യമായുള്ള ഒരു കൺസിസ്റ്റന്റ് ലേ ഔട്ട് നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ സിവിയിലോ റെസ്യൂമയിലോ നിങ്ങൾ പിടിക്കണം നിർബന്ധമായിട്ടും. മാർജിൻസും പ്രോപ്പർ ആയിട്ടുള്ള മാർജിൻസും എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ ഹെഡേഴ്സ് ടൈറ്റിൽസ് വേറിട്ട് നിൽക്കണം, എടുത്ത് നിൽക്കണം, നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ബോൾഡ് ആക്കണം, ക്യാപിറ്റലൈസ് ചെയ്യണം. ഒരു ഫോണ്ട് ത്രൂ ഔട്ട് യൂസ് ചെയ്യുക. ഒരു കാരണവശാലും മൾട്ടിപ്പിൾ ഫോണ്ട്സ് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സിവിന്റെ അകത്തോ റെസ്യൂമിന്റെ അകത്തോ കൺസിസ്റ്റന്റ്ലി ഇപ്പൊ ഹെൽവറ്റിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ഹെൽവറ്റിക് യൂസ് ചെയ്യണം. ടൈംസ് ന്യൂ റോമൻ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ടൈംസ് ന്യൂ റോമൻ യൂസ് ചെയ്യണം. കാരണം ഇത് എല്ലാം ഫൈനൽ ആയിട്ട് ആ ഒരു ഡോക്യുമെന്റ് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തോന്നും. അപ്പൊ ഡിഫറെന്റ് ഫോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവും തീരെ കൺസിസ്റ്റൻസി ഇല്ല, ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നുള്ള ഒരു ഐഡിയ വരും എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലോജിക്കൽ ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലിയർ പോയിന്റുകൾ കഴിയുന്നതും നേരത്തെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ, ബുള്ളറ്റ് പോയിന്റ്സിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് കൊടുക്കുക, അതും യൂണിഫോം ആയിരിക്കണം. പലതരത്തിലുള്ള കളേഴ്സ് യൂസ് ചെയ്യരുത്. പലപ്പോഴും വളരെ കളർഫുൾ ആയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു, റെസ്യൂമെ CV ഒക്കെ അയക്കാറുണ്ട്. അത് ചെയ്യരുത്. നിങ്ങളിപ്പം ജസ്റ്റ് നിങ്ങളിപ്പോ എവിടെയെങ്കിലും നമ്മളെ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ പിന്നെന്താ വേറെ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഈവൻ ഗൂഗിളിൽ നിങ്ങൾ വെറുതെ റെസ്യൂമെ CV എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള പല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വളരെ ഒരു സീരിയസ് നേച്ചറിലുള്ള ഒരു ജോബാണ് നമ്മളുടെ. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ കഴിയുന്നതും ആവശ്യമില്ലാതെ കളർഫുൾ ആക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഹെഡിങ്സിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളർ കൊടുത്തോ, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എവിടെയും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, ധൈര്യത്തോടു കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മിനിമൽ ആയിട്ടുള്ള ഒരു കളേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബ്രൈറ്റ് കളേഴ്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഡേറ്റുകളൊക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതണം. ഒന്നിക്കൽ മന്ത് കഴിഞ്ഞ് ഇയർ, ഒരിക്കലും ഇയർ മന്ത് അങ്ങനെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവരുത്. ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അകത്തുള്ള ഓരോ പോയിന്റും മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞുള്ള ഒരു കാര്യമാണ്, ഈ ഡോക്യുമെന്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഇത് നല്ല ഭംഗിയിൽ നിങ്ങൾ ചെയ്ത് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൾ ചെയ്യാനുള്ള ഒരു സാധ്യത. ഡെഫിനറ്റ്ലി അതിൻ്റെ ഉള്ള കണ്ടന്റ് മാറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രസന്റേഷൻ, നിങ്ങളുടെ ഈ ഡോക്യുമെന്റ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിയും നല്ല രീതിയിൽ മാറ്റർ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ആണ് എന്ന് ഉറപ്പെടുത്തുക. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ ഫോട്ടോ യൂസ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ CVയിലോ റെസ്യൂമയിലോ ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല. അത് അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം, അവർ പറയുകയാണ് ഇന്ന രീതിയിൽ ഫോട്ടോ വേണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഒരു കാരണവശാലും നിങ്ങൾ ഫോട്ടോ വെക്കണ്ട. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ മാരീഡ് ആണോ, നിങ്ങളുടെ വയസ്സ് ഇത്രയാണ്, ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. CV റെസ്യൂമിന്റെ അത് ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, അവിടെ ഒരു ബയാസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആളുകളെ നോക്കിയിട്ട് എടുക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം
ഇനീഷ്യലി നിങ്ങൾ ഫോട്ടോ ഒന്നും വെക്കേണ്ട, CV-യോ റെസ്യൂമിന്റെ അകത്തും ഫോട്ടോ കാര്യങ്ങളൊന്നും വെക്കാൻ നിൽക്കരുത്. കാരണം ചില കമ്പനികളിൽ ചില ആളുകൾക്ക് നമുക്കറിയാം, ഇതെല്ലാം ചില സമയത്ത് ഹ്യൂമൻസ് ചെയ്യുന്ന സമയത്ത് ഇത് ആപ്ലിക്കേഷൻ ATS ചെയ്യുമ്പോൾ മെഷീൻ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഫിൽട്ടറായി വന്നോളൂ. പക്ഷെ ഒരു ഹ്യൂമൻ നോക്കുന്ന സമയത്ത് ചിലപ്പം അവര് നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ അപ്പിയറൻസിനെ നോക്കിയിട്ടായിരിക്കും ചില സമയത്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന നിങ്ങളെ നോക്കണോ എടുക്കണോ എന്നുള്ള രീതിയിൽ നോക്കുക. അത് താഴോട്ട് ചിലപ്പോൾ വായിച്ചു പോലും നോക്കിയൊന്നുമില്ല. അപ്പൊ ഒരു കാരണവശാലും ഫോട്ടോ യൂസ് ചെയ്യണ്ട. ചോദിക്കുകയാണെങ്കിൽ മാത്രം ഫോട്ടോ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. അല്ലെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങളുടെ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ ID ഉണ്ട്, ലിങ്ക്ഡിന്റെ ID നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്തായാലും നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണും. അപ്പൊ വെറുതെ ആവശ്യമില്ലാണ്ട് CV-യിലോ റെസ്യൂമയിലോ നിങ്ങൾ ഫോട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ദെൻ പ്രൂഫ് റീഡ് ചെയ്യുക. ഈ പ്രൂഫ് റീഡ് ചെയ്യുമ്പോഴും അതിനും എനിക്കൊരു ടിപ്പ് നിങ്ങളോട് പറയാണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് അത് അയച്ചു കൊടുക്കണം, ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, കാരണം നിങ്ങൾ കുറെ നേരം ആ ഡോക്യുമെന്റിന്റെ മേലെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ അകത്തുള്ള മിസ്റ്റേക്ക് എവിഡൻലി അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്, കാരണം നിങ്ങൾ കുറെ നേരം ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഫെമിലിയർ ആയി. അപ്പൊ എല്ലാം ഓക്കെ ആണെന്ന രീതിയിലാണ് വരിക. നിങ്ങൾ ഒരു ഫ്രണ്ട് അയച്ചു കൊടുക്കുക, ഇതൊന്ന് വായിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്പെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക, അത് അവർ നോക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു AI-ക്ക് ഇട്ട് കൊടുക്കുക. AI-ന്റെ അകത്ത് ഈ കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടി പറയാം, എവിടെയും മിസ്റ്റേക്ക് ഉണ്ടോ, എവിടെയും കറക്ഷൻസ് ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കുക. അപ്പം അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അയച്ചു കൊടുക്കുമ്പോൾ ആളുകൾ CV-യോ റെസ്യൂമിയോ അയച്ചു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഡോക്യുമെന്റ് ഫോർമാറ്റിൽ അയച്ചു കൊടുക്കരുത്. കാരണം ഡോക്യുമെന്റ് ഫോർമാറ്റിൽ അയച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ സിസ്റ്റത്തിൽ ഓരോ വേർഷൻസ് ആയിരിക്കും മൈക്രോസോഫ്റ്റിന്റെ. അപ്പം നിങ്ങൾ PDF ആയിട്ട് തന്നെ അയച്ചു കൊടുക്കണം. PDF എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ മാറില്ല, ഏത് കമ്പ്യൂട്ടറിലോട്ട് നിങ്ങൾ അയച്ചു കൊടുത്താലും അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് പറയുന്നത്. സോ അത് ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിൽ ഒന്നും ചേഞ്ച് വരില്ല. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ വേർഷൻ ആണെങ്കിൽ ചിലപ്പം അത് ഫോർമാറ്റുകളെല്ലാം ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സാധനം PDF-ൽ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ജസ്റ്റ് സമ്മറി ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ്, നമുക്ക് ഈ CV റെസ്യൂമി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല ടൂൾസുകളാണ്. പക്ഷെ പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു ടീൽ HQ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഫ്രീ ആണത്, ഫ്രീ വെബ്സൈറ്റ് ആണ്. നിങ്ങളൊന്ന് സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന CV-യോ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന്റെ ഒറ്റ റീസൺ ഇത്രയേ ഉള്ളൂ. ഇതന്നെ യൂസ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകളിലുള്ള പറഞ്ഞ കാര്യങ്ങളുടെ പ്രത്യേകത, ഇവിടെ ATS കീവേഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലെ. നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നിങ്ങളിപ്പോ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇതിന് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ ഇന്നത്തെ കാലം AI-യുടെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ കുറവായിരിക്കും ആളുകൾ ഈ പറയുന്ന സാധനങ്ങൾ ഇരുന്ന് വായിക്കുന്നത്. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങളുടെ CV ആളുകൾ ഇരുന്ന് വായിച്ചു നോക്കുന്നത് വളരെ കുറവായിരിക്കും ഇനി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പൊ നമ്മൾ അതിനെ ATS കംപ്ലൈന്റ് ആക്കണം, അല്ലെ, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം കംപ്ലൈന്റ് ആക്കണം. അതതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു AI ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെഷീൻ ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ, അത് ഫിൽട്ടർ ചെയ്ത് നിങ്ങളെ ഒരു വർത്തി കാൻഡിഡേറ്റ് ആണെന്ന് അതിന് തോന്നിപ്പിക്കണം. അപ്പൊ അതിനെ തോന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള കീവേഡുകൾ, നമ്മളുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലും ഇതിലൊക്കെ ആവശ്യമുള്ള കീവേഡ്സ് ആവശ്യമാണ്. അത് നിങ്ങളുടെ ഈ റെസ്യൂമിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവണം. അപ്പം ഇതിൽ ഒന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിലൂടെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല രീതികളിലുള്ള ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നന്നാവും. പിന്നെയുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻവയാണ്. ക്യാൻവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് ട്യൂട്ടോറിയൽ നോക്കുക, ക്യാൻവന്റെ ഒരു 30 മിനിറ്റ്സോ 40 മിനിറ്റ്സോ ട്യൂട്ടോറിയൽ നോക്കുക, എന്നിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഫ്രീ ആണ് ക്യാൻവ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്യാൻവയിൽ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഇത് കുറെ ഡോക്യുമെന്റ്സ് ഓൾറെഡി ഉണ്ട്, ഇതിന്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഈ ഒരു റെസ്യൂമിയോ അല്ലെങ്കിൽ CV-യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ വെറുതെ ഇത് ക്യാൻവയിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ പല ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക്
കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്ത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് കാണാൻ വേണ്ടി. ഇതൊക്കെ പല ആൾക്കാർ ഇതൊക്കെ വേറെ പല ജോലികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ നിങ്ങളുടേത് കഴിയുന്നതും മിനിമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം വെക്കേണ്ടത്. ഫോട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സംഭവം. അതാണ് നമ്മൾ കഴിയുന്നതും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് ഇതാ ഇവിടെ ഇപ്പം ഒരു ടെംപ്ലേറ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. ഇതാ ഇപ്പൊ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ടൈപ്പ് സെറ്റപ്പ് ഒക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ എന്തായാലും ഇതിന്റെ ടെംപ്ലേറ്റ് ഞാൻ അയക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കീ കോമ്പോണൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ടെംപ്ലേറ്റ് ഞാൻ അയക്കുന്നുണ്ട്. കഴിയുന്നതും നമ്മൾ ഇത് വെച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ആവശ്യമില്ലാണ്ട് കളർഫുള്ളോ ബ്രൈറ്റോ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതേപോലെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അകത്തും ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. CV അല്ലെങ്കിൽ റെസ്യൂമെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവൈലബിൾ ആണ്. ഗൂഗിൾ ഡോക്സിന്റെ അകത്തും ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നല്ലൊരു ടെംപ്ലേറ്റ്സ് നോക്കാം. ZT എന്ന് പറയുന്ന വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെയും ഇതേപോലെ കുറെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ 4 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ ലിങ്ക്ഡിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ എത്ര പേർക്ക് ലിങ്ക്ഡിൻ ഉണ്ട്? ഒന്ന് കൈ പൊന്തിക്കാമോ? ലിങ്ക്ഡിൻ എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് ഒന്ന് എന്തെങ്കിലും ഒരു തംസപ്പോ എന്തെങ്കിലും തരികയാണെങ്കിൽ വളരെ സന്തോഷം. ലിങ്ക്ഡിൻ ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ലിങ്ക്ഡിൻ ഉണ്ടാക്കണം. നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ലിങ്ക്ഡിൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ CV-യിലാണെങ്കിലും റെസ്യൂമെയിലാണെങ്കിലും ലിങ്ക്ഡിൻ പ്രൊഫൈൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ കാണണം, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഒരു ഓൺലൈൻ ആയിട്ടുള്ള പ്രൊഫൈലാണ്. അത് ആക്ച്വലി ഒരു ഓൺലൈൻ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ CV ആണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അത് ലൈവ് ആണ്. നിങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി വെക്കണം. എപ്പോഴും അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ട് വെക്കണം നിങ്ങൾ. അത് ഒരൊറ്റ സിംഗിൾ URL-ലൂടെ ഒരാൾക്ക് നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ലിങ്ക്ഡിനിലൂടെയാണ് ഇപ്പൊ കുറെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നത്. ലിങ്ക്ഡിനിലൂടെയാണ്. ആളുകൾക്ക് ലിങ്ക്ഡിനിലൂടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഇത് പ്രൊഫഷണൽ നെറ്റ്വർക്ക്. ദയവ് ചെയ്ത് ഇതിനെ ഇൻസ്റ്റാഗ്രാം പോലെ യൂസ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പലപ്പോഴും കാണുന്നൊരു ട്രെൻഡാണ്, പല ആളുകളും ഇതിനൊരു ഇൻസ്റ്റാഗ്രാം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് ഇടുന്നു, ഞാൻ ഇന്ന് ചപ്പാത്തി കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ദോശ തിന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ലിങ്ക്ഡിനിൽ ഇട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ആളുടെ പൂച്ച മരിച്ചുപോയി. അപ്പം ആ പൂച്ച മരിച്ചതിനെ കുറിച്ചിട്ട് ലിങ്ക്ഡിനിൽ പൂച്ചയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൂച്ച മരിച്ചു എന്ന രീതിയിൽ ഒരു സാധനം എഴുതിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് നിങ്ങളുടെ ബ്ലോഗ് എഴുതാനോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എന്താ പറയാ പേഴ്സണൽ ലൈഫ് കാണിക്കുന്ന ഒരു സ്ഥലമല്ല ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കാരണം നമ്മൾ അത് തന്നെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. എപ്പോഴും നമ്മളുടെ പേഴ്സണൽ സ്പേസ് എപ്പോഴും വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കണം. ഒരു കാരണവശാലും ലിങ്ക്ഡിനിലോട്ട് ഈ സാധനങ്ങൾ കൊണ്ടുവരുത്. കാരണം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. കാരണം ആളുകൾ കയറി നോക്കുന്ന സ്ഥലമാണ്. ഒരു സ്ഥലമാണ്. അതും ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ കയറി നോക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നിങ്ങളെ പറ്റി എന്തായാലും സെർച്ച് ചെയ്യും. എന്തുകൊണ്ടാണ് ലിങ്ക്ഡിൻ വേണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വെബ്സൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മുന്നിൽ വരുന്ന ഒരു സംഭവമാണ്. കാരണം ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ വരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ പല പല പേരുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളുടെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെയുള്ള എത്ര പേര് നിങ്ങളുടെ സ്വന്തം പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ എന്താ വരുന്നത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേഗം കാണിക്കും. അപ്പം അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ സ്പേസ് ആണ്. അവിടെ നിങ്ങൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. യു ക്യാൻ കോൺടാക്ട് പീപ്പിൾ. ഡയറക്റ്റ് റിക്രൂട്ടേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ്. ഡയറക്ട്ലി റിക്രൂട്ടേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, അവർ നിങ്ങളെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, സമീപിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിന്റെ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സ്ഥലം. ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവശ്യമാണ്. നമ്മളെ കുറിച്ച് ആൾക്കാർക്ക് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റണം. നമ്മൾ അങ്ങനെ ഒരു ഔട്ട് ഗോയിങ് ആണ്, നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല.
നിങ്ങളെക്കുറിച്ച് നിങ്ങളെ കൂടുതൽ ആളുകൾക്ക് അറിയണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത് എന്നുള്ളത് അത് നിങ്ങൾ ലോകത്തിന് മുമ്പ് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ എഴുതി ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. ദെൻ നിങ്ങൾ മൂഡ് കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അത് വെറുതെ ഒരു ഫോട്ടോ ഇടുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഒരു 9 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പുകൾ എന്ന രീതിയിൽ പറയുകയാണ് ലിങ്ക്ഡിൻ്റെ അകത്ത് എന്തൊക്കെ വേണം. ഞാൻ പല ലിങ്ക്ഡിനിലും കണ്ടിട്ടുണ്ട് ഫോട്ടോ ഉണ്ടാവില്ല, പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവില്ല. ഞാൻ പറയാം CV റെസ്യൂമെയിൽ നിങ്ങൾ ഫോട്ടോ ഇടണ്ട, പക്ഷേ നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ അകത്ത് നിങ്ങൾ എന്തായാലും ഫോട്ടോ വെച്ചിരിക്കണം. അത് നിർബന്ധമാണ്. യാതൊരു കോംപ്രമൈസും അതിലുണ്ടാവാൻ വേണ്ടി പാടില്ല. വെക്കുന്ന ഫോട്ടോ സെൽഫി ആവാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളൊന്നും ആവാൻ പാടില്ല. ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തിരിക്കുന്നത്, ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ അത് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ക്യാൻവയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുത്താവുന്നതാണ്. പക്ഷെ കഴിയുന്നതും എന്ത് ചെയ്യുക, ഒരു നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ എടുത്തു വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് പ്രൊഫഷണൽ ഫോട്ടോ, ഈവൻ പാസ്പോർട്ട് സൈസിന് ആവണം നിർബന്ധമില്ല, നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ. കാരണം ഇപ്പോഴുള്ള മിക്ക ആൾക്കാരുടെയും ഫോണുകൾ ഐഫോണും മറ്റേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ നല്ല നല്ല ഫോണുകളുണ്ട്. നിങ്ങളുടെ നല്ല ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് എന്ത് ചെയ്യുക, നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ, നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ അറ്റയറുള്ള ഒരു നല്ല ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എന്ത് ചെയ്യുക, ലിങ്ക്ഡിൻ്റെ അകത്ത് ഇടുക. പ്രൊഫൈൽ ഫോട്ടോ നിർബന്ധമാണ്. കാരണം പ്രൊഫൈൽ ഫോട്ടോ ഇല്ലാത്ത ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ആൾക്കാർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും, നോക്കൂല. അതിന്റെ മേലെ അധികം ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതേപോലെ അതിന് പിന്നിലുള്ള ഒരു കവർ പിക്ചർ ഉണ്ടാവും. ആ പ്രൊഫൈൽ പിക്ചറിന്റെ പിന്നിൽ ഒരു കവർ ഫോട്ടോ ഉണ്ടാവും. അതിന് നമുക്ക് ബ്രാൻഡിങ് വാൾ നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ പേഴ്സണൽ ബ്രാൻഡിങ് വാളാണ്. നമ്മൾ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകളിലൂടെ നമ്മൾ മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടു, ലോ സ്റ്റുഡന്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യ സ്കിൽ, ആൻഡ് യു സേ എനിക്ക് പ്രാക്ടീസ് ആണ് താല്പര്യമെങ്കിൽ യു വിൽ സേ യു ആർ ആൻ അസ്പയറിംഗ് അഡ്വക്കേറ്റ്. നിങ്ങൾക്ക് അക്കാഡമിക്സ് ആണ് ഇഷ്ടമെങ്കിൽ യു വിൽ സേ ദാറ്റ് യു ആർ ആൻ അസ്പയറിംഗ് അക്കാഡമിഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾ പറയും. അപ്പം അത് രണ്ടും ഉണ്ടാവണം. അത് കാരണം ഇത് കയറി ഉടനെ തന്നെ അത് നിങ്ങളെ വെൽക്കം ചെയ്യുന്ന ഒരു 2 കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോവും നിങ്ങളുടെ ഈ പറയുന്ന കവർ പിക്ക് എന്ന് പറയുന്ന കാര്യം. അതേപോലെ ലിങ്ക്ഡിന്റെ URL-ഉം ശ്രദ്ധിക്കണം. പല സമയങ്ങളിലും ലിങ്ക്ഡിന്റെ URL ഇങ്ങനെ വൃത്തികേടായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടോ, പ്രിയ DEV 8A3B2C എന്നൊക്കെ പറഞ്ഞ ലിങ്ക്ഡിന്റെ ചില സമയങ്ങളിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവുക, അങ്ങനത്തെ ലിങ്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലീൻ ലിങ്ക് ആക്കാം. കാരണം ഈ ലിങ്ക് നിങ്ങൾ പല സ്ഥലങ്ങളിൽ പേസ്റ്റ് ചെയ്യുന്നതാണ്, CV-യിലും റെസ്യൂമിലൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ആവശ്യമില്ലാണ്ട് ഈ ഒരു എന്താ പറയാ ഒരു മെസ്സി ആയിട്ടുള്ള ലുക്ക് വേണ്ട. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ആ പബ്ലിക് പ്രൊഫൈൽ URL എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു എന്താ പറയാ URL, ആ ലാസ്റ്റുള്ള പേര് അത് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഗൂഗിളിൽ അടിക്കുമ്പോൾ, നിങ്ങളുടെ പേര് അടിക്കുമ്പോൾ നിങ്ങളുടെ ഡിസ്കവറബിലിറ്റിനെ എന്ത് ചെയ്യും, വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഒരാൾ അടിക്കുമ്പോൾ ആദ്യം ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ സാധനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ആവശ്യമില്ലാത്ത മെസ്സി ആയിട്ടുള്ള URLs എന്ത് ചെയ്യുക, കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ഹെഡ്ലൈൻ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് താഴെ വരുന്ന കാര്യമാണ് ഈ ഹെഡ്ലൈൻ എന്ന് പറയുന്ന കാര്യം. അപ്പം ഈ ഹെഡ്ലൈൻ്റെ അകത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എഴുതണം. ഇപ്പൊ നിങ്ങൾ എന്താണ് എന്നുള്ളത് എഴുതണം. അത് മാത്രം പോരാ, ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ സാധാരണ രീതിയിൽ എല്ലാവരും എഴുതി ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റുഡന്റ് GLCK എന്ന രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, അത് മാത്രം പോരാ. കാരണം ഈ പറയുന്ന ലിങ്ക്ഡിൻ പ്രൊഫൈലിനകത്ത് ഈ ഹെഡ്ലൈന് പല സ്ഥലങ്ങളിൽ വരും. സെർച്ച് റിസൾട്ട്സിൽ ഈ സാധനം വരിക, നിങ്ങളുടെ DM-ന്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് സെക്ഷൻ്റെ അകത്തൊക്കെ ഈ സാധനമാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പൊ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും, ആൾക്കാരെ ഈ AI ഒക്കെ യൂസ് ചെയ്തിട്ട് വെബ് സ്ക്രേപ്പ് ചെയ്യും. ആൾക്കാരുടെ എനിക്ക് ഇന്ന ഇതിലുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് AI-നോട് പറയുമ്പം AI പോയിട്ട് ആദ്യം തപ്പുന്നത് ഈ ഹെഡിങ്ങിന്റെ ഏരിയയിലാണ്. അപ്പൊ നമ്മൾ റൈറ്റ് കീവേഡ്സ് നമ്മൾ ഇവിടെ കൊടുക്കണം നിർബന്ധമായിട്ടും. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡിഗ്രിയും ഇയറും നിങ്ങൾ കൊടുക്കണം. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ലോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡന്റ് എന്ന് നിങ്ങൾ പറയണം. റൈറ്റ്. പിന്നെ ഏതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ, നിങ്ങളുടെ
ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഇവിടെ വേറെ ഒന്നും എഴുതാത്ത ഒരു ഫ്രഷർ ആയതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് കേരള ലോ അക്കാഡമി എന്ന രീതിയിൽ എഴുതിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ, ഇൻട്രസ്റ്റഡ് ഏരിയ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്തൂസിയാസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കിൽ, മൂഡ് കോഡ്, ഡ്രാഫ്റ്റിംഗ്, ലീഗൽ റിസർച്ച് എന്ന രീതിയിൽ നിങ്ങൾ പറയാം. ദെൻ നിങ്ങളുടെ ആസ്പിറേഷൻ, ഈ ഒരു സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്കവർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടണം എന്ന് താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഡിസ്കവറബിൾ ആവണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ എന്തായാലും ചെയ്യേണ്ട ഒരു ഫോളോ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ആണ് ഇത്. ഡിഗ്രി ഇയർ അല്ലെ ഇത്, കാരണം ലിങ്ക്ഡിന് പല പല യൂസുകളുണ്ട്, പല രീതികളിലുള്ള സംഭവം. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പൊ റിക്രൂട്ട്മെന്റ് താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഐ മീൻ ഞാൻ എവിടെയും ജോലി നോക്കി പോകുന്നതല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഹെഡിങ് വേറെ തന്നെയായിരിക്കും. എനിക്ക് അതിനെക്കൂട്ട് കാര്യം എന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള ഡെസിഗ്നേഷനും ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ എന്റെ ഡിഗ്രി എന്താണ്, എന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മാത്രമായിരിക്കും എനിക്ക് ഉണ്ടാവുക. പക്ഷെ വേറൊരാളെ സംബന്ധിച്ചോളം വേറെ രീതിയിലായിരിക്കും. അപ്പൊ ഓരോരുത്തർ ആളുകളെയും സംബന്ധിച്ച് നമ്മൾ ഈ ഹെഡിങ് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. അപ്പൊ നിങ്ങൾ ലോ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഒരു ഹെഡിങ്ങിന്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താകും അപ്പൊ തന്നെ കൺവേ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റിന്റെ ഫോർമാറ്റിംഗ് കാര്യമാണ്. കാരണം അവിടെ ഫൈനൽ ഇയർ BA LLB കോർപ്പറേറ്റ് ആൻഡ് IPR ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇന്റേൺ ചെയ്ത 2-3 സ്ഥലങ്ങളുടെ പേരും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യാണ് വളരെ ബ്രീഫ്ലി. ഇന്റേൺ അറ്റ് കേരള ഹൈക്കോർട്ട്, പിന്നെ ഏതെങ്കിലും ഒരു ഫേമിലാണെങ്കിൽ ആ ഒരു ഫേമിന്റെ പേര്, ഇന്റേൺ അറ്റ് റിറ്റ്സ് എന്നാണെങ്കിൽ ഇന്റേൺ അറ്റ് റിറ്റ്സ് എന്നുള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മൂഡ് കോഡ് ഈ ഒരു ഇതിൽ ഞാൻ ബെസ്റ്റ് സ്പീക്കർ, ബെസ്റ്റ് അഡ്വക്കേറ്റ് എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്യുക അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളതും കൂടി എന്ത് ചെയ്യാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇത് ഫൈനൽ ഇയേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഹെഡിങ് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, അത് ഉണ്ടാവണം. അതേപോലെ അബൌട്ട് സെക്ഷന്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറി ഒരു 3 to 5 ഷോർട്ട് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതി വെക്കുന്നതായിരിക്കണം. അതൊരു ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള നിങ്ങളുടെ ആക്റ്റീവ് വോയിസിൽ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി വെക്കുക. നിങ്ങൾ ആരാണ്, ഈ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ആരാണ്, ഹൂ യു ആർ, നിങ്ങളുടെ ഡിഗ്രി എന്താണ്, നിങ്ങളുടെ ഏരിയ ഓഫ് ലീഗൽ ഇൻട്രസ്റ്റ് എന്താണ്, ഇത് നിങ്ങൾ എന്താണ് എക്സൈറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മെയിൻ സ്കില്ലുകൾ എന്താണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അല്ലെ. അതേപോലെ നിങ്ങളുടെ ഹൈലൈറ്റ്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുക ഈ ലിങ്ക്ഡിന്റെ ഈ അബൌട്ട് സെക്ഷന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി നിങ്ങൾ എന്താണ് തേടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നോക്കുന്നത് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം അബൌട്ട് സെക്ഷന്റെ അകത്ത് വേണം. ഇതാണ് മിക്ക ആളുകളും എഴുതുന്ന ഒരു സാധനം. I am a hardworking and dedicated law student from Kerala. I am passionate about law and want to work in a good law firm in our court. I am a fast learner with communication skill. ഇത് പണ്ടത്തെ ഒരു ക്ലീഷേ പാരഗ്രാഫാണ്. ഇത് അല്ല ഇനി ആൾക്കാർക്ക് വേണ്ടത്. ഈ ഒരു ടൈപ്പ് സാധനങ്ങളാണ് ഇനി ആൾക്കാർക്ക് വേണ്ടത്. അതായത് ആ അബൌട്ട് സെക്ഷൻ നിങ്ങളെ കുറിച്ചുള്ള ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ഓഫ് ലൈഫ്, ഒരു കരിക്കുലം വീട്ടേ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ ഒരു ബ്രീഫായിട്ട് കുറെ എഴുതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഒരു 4-5 പാരഗ്രാഫിന്റെ അകത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഈസ് ഓഫ് റീഡിങ് ഉണ്ടാവണം. വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാണ് നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഇവിടെ കണ്ടില്ല എഴുതിയിരിക്കുന്നത് കറന്റ്ലി സീക്കിംഗ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലിറ്റിഗേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ആ ഒരു ഏരിയ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ നിങ്ങൾ എന്ത് ചെയ്യാണ് മെൻഷൻ ചെയ്യുകയാണ്. അപ്പം അതിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാണ്. ഓപ്പണിംഗ് ഉണ്ടാവണം, ഒരു ക്ലോസിംഗും നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതിന്റെ ഇടയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം. എക്സ്പീരിയൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങളുടെ CV-യിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം തന്നെ എക്സ്പീരിയൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. സ്കിൽ സെക്ഷന്റെ അകത്ത് ഒരു 10 സ്കില്ലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ പല കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ലീഗൽ റിസർച്ച് അത് ശരിയാവണം കേട്ടോ. നിങ്ങൾ ചെയ്ത് പരിചയമുണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ട്, ജഡ്ജ്മെന്റിന്റെ അകത്ത് പെട്ടെന്ന് അതിന്റെ അകത്തുള്ള റേഷ്യോ ഡിസിഡന്റ് ഓപ്പറേറ്റീവ് പാർട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ അകത്തുള്ള ഒബിറ്റർ ഡിക്റ്റ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ അകത്തുള്ള ആർഗ്യുമെന്റ്സ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതെല്ലാം സ്കില്ലുകളാണ്. അപ്പൊ അതൊക്കെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യുക നിങ്ങൾ മെൻഷൻ ചെയ്യുക. 10 ഒന്നും വേണമെന്നില്ല, ഒരു 5 മുതൽ 10 വരെയുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതിക്കണം. ഇവിടെ ബോത്ത് ഹാർഡ് സ്കിൽസും പറ്റും, സോഫ്റ്റ് സ്കില്ലും പറ്റും. ടൈം മാനേജ്മെന്റ് ഒരു സ്കില്ലാണ്, ഓർഗനൈസിങ്, വോളണ്ടിയർ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് സ്കില്ലുകളാണ് എന്ന് മനസ്സിലാക്കണം. ഫീച്ചർ സെക്ഷന്റെ അകത്ത് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യണം. പിന്നെ ഫൈനലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് പോസ്റ്റിംഗ്. എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, പുതിയ ന്യൂസ് അല്ലെങ്കിൽ പുതിയ വരുന്ന ട്രെൻഡുകൾ. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുകയാണ് എന്ന് ആളുകളെ കാണിക്കുകയാണ്. നിങ്ങൾ കാരണം ഇതെല്ലാം ഒരു ഷോ നടത്തേണ്ട ഒരു സ്ഥലമാണ്. ഈ പറയുന്ന ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഷോക്കേസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഷോക്കേസ് ചെയ്യാണ്, എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അറിയാം, ഇത്
എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ പത്രം വായിച്ചപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിക്കിൾ കണ്ടു. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മെൻഷൻ ചെയ്യാം, ഞാൻ ഇങ്ങനെ പത്രം വായിച്ചപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഒരു ലീഗൽ ടോപ്പിക്കിനെ കുറിച്ച് കണ്ടു. അപ്പൊ ആ ലീഗൽ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ ഷെയർ ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ വായിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു സാധനം ഒരാൾ തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്ന സാധനം എന്താണ്, നിങ്ങൾക്ക് ഈ ലീഗൽ അപ്ഡേറ്റ്സുകളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഈ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ അച്ചീവ്മെന്റുകൾ, നിങ്ങൾ എന്തെങ്കിലും അവാർഡ് കിട്ടുകയാണെങ്കിൽ, മൂഡ് കോർട്ടിലെ ബെസ്റ്റ് സ്പീക്കർ ആയിട്ട് അവാർഡ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി ഒരു ഫോട്ടോ അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവിടെ കൊടുക്കുക. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ബ്ലോഗ് പോസ്റ്റിൽ നിങ്ങൾ പബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. അപ്പൊ ഇതെല്ലാം എന്താണ്, അച്ചീവ്മെന്റ്സ് ആണ്, അതും ഇവിടെ എന്ത് ചെയ്യുക, കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയനുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വോക്കൽ ആവുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്, റൈറ്റ്. അതേപോലെ എന്തെങ്കിലും വെബിനാറുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് പറയാം, കോൺഫറൻസുകൾ നടക്കണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് എഴുതുക, നിങ്ങളുടെ കോളേജസിൽ എന്തെങ്കിലും വെബിനാർ നടക്കണ്ടെങ്കിൽ അതിനെ പറ്റി പോസ്റ്റ് ചെയ്യുക, ഇന്ന സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കുന്നത്, നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്നത്, അല്ലെ? അങ്ങനെ നിങ്ങളുടെ പോസ്റ്റ് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും വരും, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ അക്കാഡമിക് ലേണിംഗ് അച്ചീവ്മെന്റുകൾ, നിങ്ങൾ പങ്കെടുക്കുന്ന സെമിനാറുകൾ, കോൺഫറൻസുകൾ, ഇതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇന്റേൺഷിപ്പ് ആൻഡ് വോളണ്ടിയർ എക്സ്പീരിയൻസുകൾ, ഇത് പലരും ചെയ്യാത്തൊരു സംഭവമാണ്, ദയവ് ഇത് എല്ലാവരും ചെയ്യണം. നിങ്ങൾ ഇന്റേൺഷിപ്പ് ഒരു സ്ഥലത്ത് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്ഥലത്തുള്ള നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇടാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താണ്, ഇത് റിക്രൂട്ടറിന്, ഇത് നിങ്ങളെ നോക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ആ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ, ഇയാള് നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, ഈ ഫീൽഡിൽ നല്ല കേപ്പബിൾ ആയിട്ട് ഒരു ആക്റ്റീവ് ആയിട്ട് താല്പര്യം, ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. നമ്മൾ എഫേർട്ട് എടുക്കണം, ആൻഡ് നമ്മൾ എഫേർട്ട് എടുക്കുന്ന ആളുകൾ അറിയും വേണം. ഇതാണ് ലിങ്ക്ഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ലിങ്ക്ഡിനെ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് എഫേർട്ട് എടുക്കുന്നത് ആളുകൾ അറിയണം. പക്ഷെ വെറുതെ ഉണ്ടാക്കി പറയുന്ന സാധനങ്ങളാവരുത്, വെറുതെ തള്ളുകളാവരുത്, വെറുതെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഇടുന്ന പോലത്തെ സാധനങ്ങൾ ആവരുത് ലിങ്ക്ഡിനിൽ ഇടുന്നത്. ലിങ്ക്ഡിനിൽ ഇടേണ്ടത് എന്താണ്, വളരെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ ഇൻ ദ സെൻസ് പേഴ്സണലി നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ്. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലെ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, പോസ്റ്റുകൾക്കൊക്കെ പോയിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കാരണം ഈ ഒരു ലിങ്ക്ഡിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ, നമ്മളുടെ ഫീൽഡിലുള്ള ഒരുപാട് ആളുകൾ കാണാൻ പറ്റും. വളരെ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഇതിന്റെ അകത്തുണ്ട്, വളരെ നല്ല അക്കാഡമീഷ്യൻസ് ഇതിന്റെ അകത്തുണ്ട്, വളരെ നല്ല എന്താ പറയാ. അപ്പൊ നിങ്ങൾക്ക് ഏത് ഏരിയ ആണോ താല്പര്യമുള്ളത് അവരെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫീൽഡിലോട്ട് വരും. നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. കാരണം അവരെന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങൾ അത് ഷെയർ ചെയ്യും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെ അവസരമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ വക്കീലിനെ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വക്കീല് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേരെ ആ വക്കീലിനെ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ആ വക്കീലുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റൈറ്റ്. അപ്പൊ നിങ്ങൾ അവരുടെ താഴെ പോയിട്ട് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ നേരെ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അവരുടെ ഇമെയിൽ ID, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുവഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് യുവർ നെറ്റ്വർക്ക് ഇസ് യുവർ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. യുവർ നെറ്റ്വർക്ക് ഇസ് യുവർ നെറ്റ്വർക്ക്. നിങ്ങൾക്ക് ആരൊക്കെ അറിയാം, നിങ്ങളുടെ ചുറ്റും ആരൊക്കെയാണ് ഉള്ളത്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് ആരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് ലിങ്ക്ഡിൻ വളരെയധികം നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലിങ്ക്ഡിനിലൂടെ ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലിങ്ക്ഡിൻ ഇല്ലാത്തവർ ഇന്ന് തന്നെ പോയിട്ട് ലിങ്ക്ഡിൻ ഉണ്ടാക്കുക. ആൻഡ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന നല്ലൊരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ ആയിരിക്കണം എന്ന് മാത്രം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആ ഒരു ഡിജിറ്റൽ ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. CV, റെസ്യൂമേ ആൻഡ് ലിങ്ക്ഡിൻ ഫോർമാറ്റിംഗ്, അതെല്ലാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളാണ്. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇന്റേൺഷിപ്പിന്റെ അകത്ത് നമ്മൾ എവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്റേൺഷിപ്പിനെ കുറിച്ചിട്ട് കാരണം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ റിഗ്രറ്റ് ഉള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്ത ഇന്റേൺഷിപ്പുകൾ എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ ആരുമില്ലായിരുന്നു.
ഞങ്ങളോട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള അന്ന് വെറുതെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ബാർ കൗൺസിലിന്റെ ഈ ഒരു റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ മെയിൻ കാര്യം. കാരണം അതിനോണ്ട് അതല്ലാണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഞങ്ങളടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്റേൺഷിപ്പിന്റെ. ഇപ്പം ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തും അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടായിരുന്നു ഇന്നത്തെ കാലത്ത്. കാരണം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്ത ഇന്റേൺഷിപ്പ് ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇരുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്ത ഇന്റേൺഷിപ്പ് MACT പോയിരിക്കുകയായിരുന്നു. മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സാധനന്റെ MACT. പണ്ട് അത് എരഞ്ഞിപ്പാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോവുക എന്നായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചത്. അവിടെ എന്താ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അവിടെ 11 മണിക്ക് കോടതി തുടങ്ങിക്കഴിഞ്ഞാൽ 11:30 ആകുമ്പോഴത്തേക്കും കഴിയും, അരമണിക്കൂറിന്റെ ഉള്ളിൽ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു കാലിക്കറ്റ് ബേക്കറി, അത് നമ്മൾ എരഞ്ഞിപ്പാലത്ത് ഒരു കാലിക്കറ്റ് ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള മുട്ട പഫ്സും നല്ല എന്താ പറയാ നല്ല തണുത്ത ലൈം ജ്യൂസും കുടിക്കാൻ വേണ്ടി പറ്റും. ഇതായിരുന്നു ഞാനും വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ റൂട്ടീൻ എന്ന് പറയുന്നത്. കോടതി പോവുക 11 മുതൽ 11 വരെ കുറെ നേരം ജഡ്ജിനെ നോക്കിയിരിക്കുക, ജഡ്ജ് പറയുന്ന കാര്യങ്ങൾ നോക്കി. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു കാര്യമില്ല, ഞങ്ങൾ ആരുടെ ഒന്നും പറയാനും നിന്നില്ല. അവിടെ അങ്ങനെ ഒരു 2-3 ആഴ്ച ഞങ്ങൾ അങ്ങനെ പോയി. എന്നിട്ട് ഈ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്താ എഴുതേണ്ടത്, ഞങ്ങൾക്ക് അറിയുന്നില്ല എന്താ എഴുതേണ്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക് ആകെ അറിയുന്ന നല്ല സ്വാദുള്ള മുട്ട പഫ്സും ഉണ്ട്, നല്ല ലൈം ജ്യൂസും ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ മെമ്മറി എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ രീതിയിൽ പിന്നെ അതേ വർഷം തന്നെ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തത് കോർപ്പറേഷൻ ഓഫീസിലാണ്. കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് രാവിലെ പോകുന്നു, അവിടെ പോയിട്ട് ഒപ്പിടുന്നു, നേരെ പോയിരുന്നു ബീച്ചിൽ പോയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരമായിട്ട് തിരിച്ച് കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്യുന്നു, എന്നിട്ട് പോകുന്നു, വീട്ടിൽ പോകുന്നു. വെറുതെ കോർപ്പറേഷൻ ഓഫീസ്, കാലിക്കറ്റ് കോർപ്പറേഷൻ ഓഫീസ് ഒന്ന് ചുറ്റി കാണുന്നു. ഇതായിരുന്നു പരിപാടി. കാരണം പ്രത്യേകിച്ച് നമുക്കപ്പോൾ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള നമ്മൾ ഒരു വർക്കും അവിടെ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളൊരു വക്കീലിന്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. വക്കീലിന്റെ ഓഫീസിൽ പോയപ്പോൾ വക്കീൽ ഞങ്ങൾക്ക് തന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്ന് വായിച്ചോ എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് വൈഫൈ പാസ്വേഡും തരാം, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് വായിച്ചോ. ഞങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തില്ല, തന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ അവിടെ പോകുന്നു, രാവിലെ അവിടെ പോകുന്നു, കുറച്ചുനേരം അവിടെ ഇരിക്കുന്നു, വായിക്കുന്നു, പിന്നെ തിരിച്ചു വീട്ടിൽ പോകുന്നു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ രീതികളിലേക്കായിരുന്നു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു സമയത്തുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഇയർത്തേക്ക് ഇന്റേൺഷിപ്പ്, പിന്നെ മനസ്സിലായി ഇങ്ങനെ ആയ ശരിയാവില്ല, പിന്നെ നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി പോകണം എന്ന രീതിയിൽ പോയി. അപ്പം 20 വീക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ് 5 ഇയറിന്, ആൻഡ് 12 വീക്ക് എന്ന് പറയുന്നത് നമ്മൾ 3 ഇയറുകാർക്ക് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പം എന്ന് പറഞ്ഞ ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരിക്കലും ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കരുത്. അതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. വളരെ ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കരുത്. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ പല NGOs ഉണ്ട്, പല NGOs നിങ്ങളുണ്ട്. നിങ്ങൾ അവരെ സമീപിക്കുക, അവരടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് തരണം എന്ന് നിർബന്ധമായിട്ടും പറയണം. കാരണം നേരത്തെ നമ്മളെ CV-നകത്തും റെസ്യൂമിനകത്തും നമ്മൾ കണ്ടു, ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം. ക്വാണ്ടിഫയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് എണ്ണാൻ പറ്റണം. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഇത്ര ഫയലുകൾ ഉണ്ടാക്കി, ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം. അവിടെ ഒരു റിയൽ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിക്കാനും പറ്റണം. അത് നിർബന്ധമാണ്. കാരണം ഞാൻ എല്ലാവരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഈ ബാർ കൗൺസിൽ 20 ആഴ്ച ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആവരുത് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് മാറ്റർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മാറ്റർ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് നിങ്ങളുടെ പെർസെന്റേജും നിങ്ങളുടെ മാർക്കിനെക്കാട്ടും കൂടുതൽ ആളുകൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്തു. ഈ 5 വർഷം അല്ലെങ്കിൽ ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇതന്നെയാണ് അവരും ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ കമ്പനികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പം, നിങ്ങൾ അവരുടെ അടുത്തോട്ട് പോകുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ ലോ കോളേജിൽ നിന്ന് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ തന്നെ ഇംപ്രഷൻ പോയി. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം. അപ്പൊ ലീഗൽ റിസർച്ച് എന്ന് പറയുന്നത് മിക്ക ഇന്റേൺഷിനും പുതിയ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ഇന്റേൺഷിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അത് പഠിക്കാനും കൂടി പറ്റുന്ന ഒരു സ്കോപ്പ് ഉള്ള ഒരു സംഭവമാണ് ലീഗൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പല ഓർഗനൈസേഷൻസ്, NGOs ഉണ്ട്. ഇപ്പൊ വിധി ലോ സെന്റർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇന്റർനെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട്
ലീഗൽ ആയിട്ടുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ള ലീഗൽ NGO, പല NGOs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവരിലോട്ട് നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, മെയിൽ ചെയ്യുക. റൈറ്റ്? അത് ചിലപ്പോൾ ഓൺലൈൻ ഇന്റേൺഷിപ്സും അവൈലബിൾ ആണ്, ഓഫ്ലൈൻ ഇന്റേൺഷിപ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചെയ്യുക. പക്ഷെ ഉറപ്പ് വരുത്തണം, നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ നിൽക്കരുത്. ലോക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള, കുറച്ച് പേര് കേട്ടിട്ടുള്ള, അത്യാവശ്യം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധനം, ഒരു ബ്രാൻഡ്. അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങളുടെ CV-യിലോട്ട് നിങ്ങൾക്ക് ഇത് എഴുതണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, അവർക്ക് കാണണം, ആളുകൾ ഇത് കാണാൻ വേണ്ടി പോകുന്നത്. ഇതൊരു 5 വർഷം കഴിഞ്ഞാൽ ഒരു റിക്രൂട്ടർ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റണം, ഓക്കെ ഇയാൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, ഓക്കെ ഇവിടെ ഇന്റേൺ ആയിട്ട് പോയിട്ടുണ്ട് അല്ലെ എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നണം. 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ CV എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു CV ആയിരിക്കണം. നിങ്ങൾ കുറെ കാര്യം ചെയ്ത പോലെ അവർക്ക് തോന്നണം. അപ്പം ലീഗൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ വളരെ നല്ല ഏരിയകളാണ്. ദയവ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ നിൽക്കരുത്. ഫസ്റ്റ് ഇയേഴ്സ് പോലീസ് സ്റ്റേഷന്റെ 7 അയലത്ത് പോകാൻ നിൽക്കരുത് ഒരു കാരണവശാലും. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഒരു കാര്യമില്ല അതിനെ കൊണ്ട്. വക്കീലിന്റെ ഓഫീസിൽ പോവാം, ഒരു കുഴപ്പമില്ല, അത് നല്ലൊരു സംഭവമാണ്. അഡ്വക്കേറ്റ്സ് ഓഫീസ് നല്ലൊരു ഓപ്ഷനാണ്. ഇതേപോലെ തന്നെ ഈ ലോ ഫേംസുകൾ ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫേമുകൾ ഉണ്ടാവും, ഈ റിസർച്ച് നടക്കുന്ന ഏരിയകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിധിയുടെ സെന്റർ ഉണ്ട്, പിന്നെ PRS എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾ ഇന്റർനെറ്റ് തപ്പിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ. ഇപ്പൊ PRS ലെജിസ്ലേറ്റീവ് റിസർച്ച്, പാർലമെന്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ബോഡിയാണത്. അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഒരു പ്രൈവറ്റ് ബോഡിയാണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ അവര് പല റിസർച്ചുകൾ നടത്തുന്ന സംഭവമാണ്. നീതി ആയോഗിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അതായത് ഗവൺമെന്റിന്റെ പല ബോഡീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക്, പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കൂടെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ദർ ആർ മൾട്ടിപ്പിൾ ഏരിയാസ് വേർ ഫ്രഷർ ക്യാൻ ഡു ഇന്റേൺ. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെയ്യാം. കോർപ്പറേഷൻ ഓഫീസിലൊന്നും ഇന്റേൺ ചെയ്യാൻ നിൽക്കരുത്, കാരണം അതൊന്നും നിങ്ങൾക്ക് ആയിട്ടില്ല. ആ ഒരു സമയം അതൊന്നും നിങ്ങൾ എന്ത് ചെയ്തില്ല, ആയിട്ടില്ല. ആ ഒരു പെർട്ടിക്കുലർ ഇതിലോട്ട് പോയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ പോയി ചെയ്തോളൂ. പക്ഷെ അതിനെക്കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ അപ്പൊ എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫാക്ടറും കൂടി മാറ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ആസ്പിറേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഈ 5 കൊല്ലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന രീതിയിൽ പോകണം എന്ന്. ഇപ്പൊ എനിക്ക് ഒരു അക്കാഡമിക്സിലോട്ട് പോകണം എന്നാണ് താല്പര്യം, എനിക്ക് ഒരു പ്രൊഫസർ ആവണം, എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു ഇതാവണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോഴേ ഇന്റേൺസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിപ്പിക്കാൻ, ഈ പറയുന്ന പഠിപ്പിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള ലീഗൽ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, പോവുക. ഈ പറയുന്ന PRS അല്ലെങ്കിൽ നീതി ആയോഗ്, ഇതൊക്കെ റിസർച്ച് തിങ്ക് ടാങ്കുകളാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും, അതൊക്കെ നല്ലതാണ്. ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പല കമ്പനികൾസ് ഉണ്ട്, പല കോർപ്പറേറ്റ് ഫേമുകളുണ്ട്. ഇപ്പൊ മലബാർ ഗോൾഡ് ഉണ്ട്, അതേപോലെ പല പല കമ്പനികൾ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഫീൽഡിലെ ലീഗൽ മിക്ക കമ്പനികൾക്കും ഒരു ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റൽസിന് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യാം, അവരുടെ വർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. കോർപ്പറേറ്റിൽ പോകുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ. ഇനി പ്രാക്ടീസ് ആണ് താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം മുതലേ പ്രാക്ടീസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വക്കീലുമാരുടെ ഓഫീസിൽ പോവുക. വളരെ തിരക്കുള്ള ഓഫീസിൽ പോകരുത്, തീരെ തിരക്കില്ലാത്ത ഓഫീസിലും പോകരുത്, ഏകദേശം നടുവിലുള്ള ഒരു ഓഫീസിലായിരിക്കണം പോകേണ്ടത്. പക്ഷെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഓർത്തു വെക്കണം, നിങ്ങൾക്ക് എന്തുണ്ടാവണം, നിങ്ങൾക്ക് വർക്ക് നിങ്ങൾ ചോദിച്ചു മേടിച്ചിരിക്കണം. നിങ്ങൾ വെറുതെ ഒരു ഒബ്സർവർ ആയിട്ട് മാത്രം അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല, യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ഇവിടെ ജഡ്ജിമാരുടെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ജഡ്ജിമാരുടെ കൂടെ ഒന്നും പ്രശ്നമല്ല കേട്ടോ, ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ജഡ്ജസിന്റെ ചേംബേഴ്സിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾ വെറുതെ ഈ കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇത് അടിച്ചു നോക്കിയാൽ മതി, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ലീഗൽ ന്യൂസ് ഫേമുകൾ ഉണ്ടാവും, ന്യൂസ് ചാനൽസ് ഉണ്ടാവും, ജേർണലിസം, പല ജേർണലിസം ചാനലുകളുണ്ട്, പല കമ്പനികൾ ഉണ്ടാവും. 24 ന്യൂസ്, മനോരമ, മലയാള മനോരമ, അതേപോലെ തന്നെ ഏഷ്യൻ ന്യൂസ്, അങ്ങനെ ആ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഗൽ ഇന്റേൺസ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റി, അത് നല്ലൊരു ഓപ്ഷനാണ്.
ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെയ്തതാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അയക്കും, നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞുതരും, നമുക്ക് പല വർക്കുകൾ അവർ തരും. വർക്കുകൾ ചോദിച്ച് മേടിക്കാനുള്ള മിടുക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം നിർബന്ധമായിട്ടും. അപ്പം ഈ പറയുന്ന ഏരിയകളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്, യുവർ ഇമാജിനേഷൻ ഇസ് യുവർ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു എന്താ പറയാ ഒരു ധൈര്യവും ഉണ്ടാവണം. വെറുതെ നിങ്ങൾ ഒരിക്കലും അയ്യോ ഞാൻ അവിടെ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ വിചാരിക്കാനേ നിൽക്കരുത്. ഇനിയിപ്പോ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിൽ ഉണ്ടാക്കി തരും. നിങ്ങൾ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെയിൽ അയച്ചു കൊടുക്കുക. ഇതിനാണ് നമ്മൾ കോൾഡ് ഇമെയിലിംഗ് എന്ന് പറയും, കോൾഡ് മെയിലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ധൈര്യത്തോടു കൂടി എന്ത് ചെയ്യുക, ഇന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ ഒരു സമയത്തായിരിക്കും ഇന്റേൺഷിപ്പിന്റെ ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലാതെ എല്ലാവരും പറയുന്ന കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ എല്ലാവരും പറയുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിക്കോ പിന്നീട്, പക്ഷെ ഇപ്പൊ ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലും അതേപോലെ കോർപ്പറേഷൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാൻ നിൽക്കരുത്. നിങ്ങളുടെ കരിയറിന് യൂസ്ഫുൾ ആവുന്ന ഏരിയകളിലായിരിക്കണം നിങ്ങൾക്ക് പോകേണ്ടത് എന്ന് പറയുന്നത്. എന്തായാലും ഒരു അഡ്വക്കേറ്റ് ഓഫീസിൽ നിങ്ങൾ എന്തായാലും പോകണം. ആൻഡ് വെറുതെ പോയാൽ മാത്രം പോരാ, സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പോയരുത്, നിങ്ങൾ പണി ചോദിച്ചു വാങ്ങണം. എനിക്ക് പണി തരണം, എന്തെങ്കിലും റിസർച്ച് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്യാനാണെങ്കിൽ തരണം എന്ന് പറയണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് യൂസ് ഉണ്ടാവും. ഇത് ഈ പറയുന്ന 4 വെബ്സൈറ്റ്സ് നിങ്ങൾ നോക്കുക. ഈവൻ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാലും മതി, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അടിച്ചു നോക്കിയാലും കിട്ടും. ലോ ഒക്ടോബസ് എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ലീഗൽ ഇന്റേൺഷിപ്പുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ഏതൊക്കെ ഇന്റേൺഷിപ്പുകൾ വിളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്റേൺഷിപ്പുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് പെയ്ഡ് ഇന്റേൺഷിപ്പും ഉണ്ട്, ഒന്ന് പേയ്മെന്റ് ഒന്നും ഇല്ലാത്ത ഇന്റേൺഷിപ്പും ഉണ്ട്. 95% ഇന്റേൺഷിപ്പുകളും പേയ്മെന്റ് ഇല്ലാത്ത ഇന്റേൺഷിപ്പുകളാണ്. അത് ഓർത്ത് വെക്കണം. പേയ്മെന്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും, സ്റ്റൈപ്പൻഡ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യണം. കാരണം നമ്മളിപ്പോ വേറൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ, നിങ്ങളിപ്പോ ഒരു 2 ആഴ്ച ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയിൽ ഒരു വക്കീലിന്റെ ഒരു AORന്റെ കൂടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. കാരണം അവിടെ പൈസ കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അപ്പൊ അതും കൂടി നമ്മൾ ഓർത്ത് വെക്കണം. പക്ഷെ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് കഴിയുന്നതും എപ്പോഴും കോഴിക്കോട് മാത്രം ഫോക്കസ് ചെയ്യാതെ, നിങ്ങളുടെ നാട് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം, പുറത്ത് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ കമ്മീഷന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പല ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാം ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സിൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇന്റേൺഷിപ്പ് ഉണ്ട്, പാർലമെന്റിൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ ഡിഫറെന്റ് MP-കളുടെ കീഴിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ റിസർച്ചിന് വേണ്ടിയിട്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ നോക്കുക. അങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക, തേടി പോവുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ആരും പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെയാണ്. നമ്മളുടെ മിടുക്കാണ്, നമ്മളുടെ ആ ഒരു മിടുക്ക് ഉണ്ടാവണം. നമുക്ക് അങ്ങോട്ട് പോയി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും എന്തുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഈ ഒരു കോട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, ബി സ്ട്രോങ് ദാൻ യുവർ എക്സ്ക്യൂസസ്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി 100 എക്സ്ക്യൂസസ് നമുക്ക് ഉണ്ടാക്കാം. അത് ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അതിന് ഞാൻ ചേർന്നതല്ല, എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതയില്ല എന്നുള്ള പല രീതിയിലുള്ള എക്സ്ക്യൂസുകൾ നമ്മളുടെ ബ്രെയിനിലോട്ട് ഇങ്ങനെ വരും. കാരണം നമ്മളെ എപ്പോഴും മിക്കവാറും എല്ലാവരും അവർ തന്നെയാണ് ഏറ്റവും ഹാർഷസ്റ്റ് ക്രിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഈ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഇടിച്ച് താഴ്ത്തും. നമ്മൾ പറയും നമ്മൾ പറ്റില്ല, നമ്മളെ കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും വരിക. ആ ഇന്നർ നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ ഒഴിവാക്കണം. ബി സ്ട്രോങ് ദാൻ എക്സ്ക്യൂസസ്. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങളിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. 5 കൊല്ലം ഇങ്ങനെ പോകും, 3 കൊല്ലം ഇങ്ങനെ പോകും. കംഫർട്ട് സോണിലാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വളരെ നല്ലൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, നല്ല രീതിയിൽ എഫേർട്ട് ഇടണം, നല്ല ഇന്റേൺഷിപ്പുകൾ തേടി കണ്ടുപിടിക്കണം.
അങ്ങനെ ആ ഒരു ബോധം ഉണ്ടാവണം. എൻ്റെ CV, എൻ്റെ റെസ്യൂമെ എനിക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ളത്, എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും എനിക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവണം. കാരണം 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അന്തസ്സോടുകൂടി കാണിച്ചു കൊടുക്കാൻ പറ്റണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി, ഇതെല്ലാം ഞാൻ ചെയ്തു എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറയാൻ പറ്റണം. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൗഡ് ആക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ ഈ 5 കൊല്ലം നമുക്ക് സുഖമായിട്ട് പഠിച്ച് ഇറങ്ങാൻ വേണ്ടി പറ്റും, ഒരു കുഴപ്പമില്ല. LLB സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റും, യാതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എവിടെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് അന്വേഷിക്കുമ്പോഴാണ് നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് സുഖമായിട്ട് ജോബ് കിട്ടും, അല്ലാത്തവർക്ക് ജോബ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതാണ് പറയാനുള്ളത്. ആൻഡ് പ്രാക്ടീസ് ആണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു 3rd ഇയർ തുടങ്ങുമ്പോൾ തന്നെ, ഇപ്പൊ 5 ഇയർ ആണെങ്കിൽ 3rd ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു വക്കീൽ ഓഫീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഉച്ചയ്ക്കൊക്കെ ശേഷം, നിങ്ങൾക്ക് ഉച്ചവരേക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം ആ വക്കീൽ ഓഫീസിലൊക്കെ ഒന്ന് പോവുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ആണ് ഉദ്ദേശമെങ്കിൽ. കാരണം നിങ്ങൾ ആ 2 വർഷം കൊണ്ട്, കാരണം 3rd ഇയർ ആയിട്ടേ ഉള്ളൂ, ഇനി 4th ഇയർ 5th ഇയറും ഉണ്ട്, നിങ്ങൾ ആ വക്കീൽ ഓഫീസിൽ നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ആ 2 വർഷം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കും. ആ വക്കീൽ ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങളൊരു വക്കീലാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാണ്. ഇത് നിങ്ങൾ യു ആർ അക്വയറിംഗ് സ്കിൽ അക്വിസിഷൻ ആണിത്. നിങ്ങൾ മുന്നേ നിങ്ങളുടെ ടൈം നിങ്ങൾ സേവ് ചെയ്യാണ്. കാരണം ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് ആ വക്കീൽ ഓഫീസറിനെ ചിലപ്പോൾ നിങ്ങൾ എടുക്കാനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. കാരണം അവർക്ക് ആവശ്യമുണ്ട്, ജൂനിയർ വക്കീലുമാർ ആവശ്യമുണ്ട്. നിങ്ങൾ റെഡി ആയിരിക്കും, നിങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെക്കാട്ടും കൂടുതൽ വിവരം ഉണ്ടാവും. ഏത് കോടതിയിൽ പോയിട്ട് ഫയൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം, എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് മുന്നേ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം. 3rd ഇയറിൽ തന്നെ പോകണം. 3 ഇയറിന്റെ ആൾക്കാരാണെങ്കിൽ 2nd ഇയറിൽ തന്നെ എന്ത് ചെയ്യുക, പോയി തുടങ്ങുക. 2nd ഇയറിൽ തന്നെ ഒരു വക്കീൽ ഓഫീസായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ആ വക്കീൽ ഓഫീസിൽ നിന്ന് മാക്സിമം നിങ്ങൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾ വലിച്ചെടുക്കണം. കാരണം ആരും നിങ്ങളെ വന്ന് സഹായിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓക്കെ, എനിക്ക് ഒരു ഡോക്യുമെന്റും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ 5 ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്റെ CV-യിൽ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും. എനിക്ക് ക്വാണ്ടിഫയബിൾ ആയിട്ട് എനിക്ക് ഡാറ്റ കാണിക്കാൻ വേണ്ടി പറ്റും. എന്റെ അച്ചീവ്മെന്റ്സ് എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ദ തിങ് ഇസ്, കംഫർട്ട് സോണിൽ ഇരിക്കരുത്. കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഭയങ്കര കംഫർട്ട് സോൺ എന്നുള്ള രീതിയിൽ ഇരിക്കാൻ നിൽക്കരുത്. ഗ്രോത്തിന് നമ്മൾ ഡിസ്കംഫർട്ട് കുറച്ച് ആവശ്യമാണ്. കുറച്ച് ഡിസ്കംഫർട്ട്, ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഡിസ്കംഫർട്ട് ആവശ്യമാണ്, ഗ്രോത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെയായിരിക്കും നിങ്ങൾ എപ്പോഴും ഇരിക്കുക എന്നുള്ളത്. ആൻഡ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും, ഇത് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രയാസമായിരിക്കും ഈ പറയുന്ന ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ബി സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു മേ ആസ്ക് നൗ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്, അല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. സംശയമൊന്നുമില്ലേ? യെസ് കാർത്തിക്. സർ, ഹലോ. ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ. ആർക്കും ഡൗട്ടില്ലേ? ഒന്നും ഡൗട്ടില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ലീവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് CRPC-നെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. CRPC അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിങ്ങൾ ഒന്ന് വായിച്ച്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടായിരിക്കണം പോവേണ്ടത് അവിടേക്ക്. എന്നിട്ട് പോലീസുകാർ ഓൾറെഡി അവരുടെ ഡ്യൂട്ടിയിലാണെന്നുള്ള കാര്യം ഓർക്കണം. അവർക്ക് എപ്പോഴും അതിന് നിങ്ങളെ പറഞ്ഞു തരണം പറ്റിയ നിർബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ വരുന്ന കേസുകൾ നിങ്ങളുടെ കയ്യിലുള്ള നമ്മളുടെ പ്രൊവിഷൻസ് ആയിട്ട്, ബെയറാക്കിലുള്ള പ്രൊവിഷൻസ് ആയിട്ട് നിങ്ങൾ അത് കമ്പയർ ചെയ്ത് നോക്കണം.
ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ കേസ് വരികയാണ്. ഇപ്പൊ ആ പോലീസുകാർ നിങ്ങളോട് പറഞ്ഞുതരും ഇന്ന സെക്ഷൻ പ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞുതരും. ഇപ്പം ഇൻക്വസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് 194 ഇൻക്വസ്റ്റിന്റെ സാധനം വരുന്നത്. ആക്സിഡന്റൽ ഡെത്ത് ആണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധിയിൽ വരുന്ന സാധനമാണ്. ഇപ്പൊ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസിൽ സംഭവിച്ചിരിക്കുന്ന ഡെത്ത് ആണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ വെറും ഒരു ഒബ്സർവർ ആയിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം അങ്ങനെ നിങ്ങൾ ഫെമിലറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ചാർജ് ഷീറ്റ് വായിക്കാൻ കിട്ടിയെങ്കിൽ, പഴയ ഏതെങ്കിലും ചാർജ് ഷീറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വായിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം, ചോദിക്കണം, പോലീസുകാരോട് ചോദിക്കണം, ഇന്ന കാര്യം ഇതെങ്ങനെയാ വന്നത് എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ചോദിക്കണം. അപ്പം നിങ്ങൾ വെറുതെ ഒരു മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആളുകൾ കംപ്ലീറ്റ്ലി വെറും ഒബ്സർവേഴ്സ് ആയിട്ട് അവിടെ ഒരു മൂലയ്ക്ക് നോക്കിക്കുക ചെയ്യാം. അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാവരുത്. നിങ്ങൾ പ്രോആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഏതെങ്കിലും കഴിഞ്ഞ ഒരു കേസ്, ആ കേസിന്റെ ഫയല് ചോദിക്കണം. ആ കേസിന്റെ ഫയല് ഫുള്ള് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ഷൻസ് കമ്പയർ ചെയ്ത് നോക്കണം. ഇങ്ങനെ വന്നു എന്നിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ആ പോലീസുകാരനോട് ചോദിച്ച് മനസ്സിലാക്കണം. പോലീസ് സ്റ്റേഷന്റെ ഫംഗ്ഷനിങ് എന്താന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് CRPC ഉള്ള പ്രൊസീജിയർ. അപ്പൊ ചോദിക്കും അവിടെ നിങ്ങൾ എന്ത് സ്കില്ലാണ് നേടുന്നതെന്ന് ചോദിക്കും. അവിടെ നേടുന്ന സ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ്, പോലീസ് സ്റ്റേഷൻ, മാജിസ്ട്രേറ്റ് എന്നീ പറയുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഈ എക്സൈസ് ഓഫീസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ചോദ്യം. എന്തിനാണ് ചെയ്യുന്നത്? ഒന്നിക്കൽ നിങ്ങൾ അത് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്ക് ആ ഒരു ഏരിയ താല്പര്യമുണ്ടെങ്കിൽ, ആ ഒരു ഏരിയ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ കിട്ടും എന്നുള്ളതിനെ കൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. അതാ എനിക്ക് പറയാനുള്ളൂ എക്സൈസിന്റെ അകത്ത്. കാരണം എക്സൈസിന്റെ അകത്തുള്ള ആക്ടുകളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. NDPS ആക്ട് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ആക്ടുകളല്ല. നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എക്സൈസ് ഓഫീസിനെക്കാട്ടും നല്ലത്, ഏറ്റവും ബെസ്റ്റ് എക്സൈസ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വക്കീലിന്റെ അടുത്ത് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓഫീസിൽ പോകുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ഒരു എക്സൈസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീലിന്റെ കൂടെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എക്സൈസ് ഓഫീസിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ബെറ്റർ ആണോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അതും അഗെയിൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക, നിങ്ങൾക്ക് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീലിന്റെ അടുത്തോ അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഫേമിന്റെ അടുത്തോ ആണ് പോകേണ്ടത്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. അതാണ് ഈ ഗവൺമെന്റ് ഓഫീസുകളുടെ എല്ലാം പ്രശ്നം. നിങ്ങളെ ചിലപ്പോൾ മൈൻഡ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു മെന്ററോ നിങ്ങൾക്ക് വേണ്ടി ഒരു ആളെ ഏൽപ്പിക്കുകയോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ദ പേർപ്പസ് നിങ്ങൾ ചോദിക്കണം, എന്തിനാ ഞാൻ ഇൻകം ടാക്സ് ഓഫീസിൽ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം എന്താണോ അതൊരു നിങ്ങൾ ലോങ് ടേം ആയിട്ട് കാണണം. എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഇത് ഉപയോഗപ്പെടുമോ, എനിക്കിത് ആവശ്യമാവുമോ എന്നുള്ള ഒരു സാധനം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രഷേഴ്സ് ഒന്നും ദയവ് ചെയ്തിട്ട് ഡയറക്ട്ലി ചാടി കയറി ഇൻകം ടാക്സിലൊന്നും പോകരുത്. കാരണം എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ആണ് ഉണ്ടാവുക, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ അത് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന മേഖലകളിലോട്ട് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. റൈറ്റ്. അടുത്തത് ബെസ്റ്റ് NGO ഏതാണ് എന്ന്. അങ്ങനത്തെ ബെസ്റ്റ് NGO എന്നുള്ള ഒരു സാധനവും ഇല്ല റീമ. അങ്ങനെ ബെസ്റ്റ് NGO അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്നും ദയവ് ചെയ്തിട്ട് അങ്ങനെ പറയരുത്. ഓരോ NGOകൾക്കും ഓരോ കാര്യങ്ങളാണുള്ളത്. അവരുടെ പേർപ്പസ് വേറെയാണ്, അവരുടെ ഏരിയ ഓർ ഫീൽഡ് വേറെയാണ്. അപ്പം നിങ്ങളുടെ താല്പര്യവുമായിട്ട് അലൈൻഡ് ആയിരിക്കണം ഈ പറയുന്ന NGO എന്ന് പറയുന്നത്. എല്ലാ NGOയും കോമൺ അല്ല. NGO എന്ന് പറയുന്നത് വെറും ഒരു പേരാണ്, NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. പക്ഷെ ആ NGO എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്.
അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി പോവുക, കണ്ടുപിടിക്കുക. ഗൂഗിൾ ചെയ്യാൻ മടിക്കണ്ട. ഒരു കാരണവശാലും ഗൂഗിൾ ചെയ്യാനോ അല്ലെ AI ചോദിക്കാനോ മടിക്കണ്ട. റിയൽ ആയിട്ടുള്ള AI ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതൊക്കെ ഒരു പാർട്ടാണ്. അപ്പം ബെസ്റ്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ബെസ്റ്റ് ഒരു NGO എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ടോപ്പ് NGOs ഇൻ ദ കൺട്രി. ഇപ്പൊ വിധി ലോ സെന്റർ എന്ന് പറയുന്നത് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. അതേപോലെ തന്നെ PRS റിസർച്ച്, അതും നല്ലൊരു സംഭവമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഹൈക്കോർട്ട് ഓഫ് കേരളയില് ഒരു ജഡ്ജിന്റെ കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നൈസ്. അത്രയേ ഉള്ളൂ. ഒരു ജഡ്ജിന്റെ ചേംബറിന്റെ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം ജഡ്ജിന്റെ അടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലീഗൽ റിസർച്ചിന്റെ കാര്യം ചെയ്യും. അപ്പൊ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹൈക്കോർട്ട് ജഡ്ജിന്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റിന്റെ ഒക്കെ കൂടെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പഞ്ചായത്തിലോട്ട് പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പഞ്ചായത്തൊന്നും തെരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാര്യമൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കോഴിക്കോട് കൊടുക്കാൻ പറ്റുമോ? ബൈജുനാഥ് സാർ ആണ്, ബട്ട് അവിടെ കൂടുതൽ ഇന്റേൺഷിപ്പ് കിട്ടില്ല എന്നും പറയുന്നുണ്ട്. സാറിന്റെ ഓപ്ഷൻ ഒന്ന് പറയാമോ? എങ്ങനെയാണ് അവിടേക്ക് കൊടുക്കേണ്ടത്? ഡയറക്ട്ലി അവിടേക്ക് ബന്ധപ്പെടുക. അവിടെ നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ ആ ഒരു ഓഫീസിൽ പോയിട്ട് പറയുക. എപ്പോഴും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ധൈര്യത്തോടെ വിളിച്ചു നോക്കുക, എന്നിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് പോയി വിസിറ്റ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക. നിങ്ങളുടെ റിക്വയർമെന്റ് പറയുക. ഞാൻ ഈ ഒരു ഇന്റേൺഷിപ്പ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഇവിടെ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ വെറുതെ ഒബ്സർവർ ആയി നിന്നിട്ട് കാര്യമില്ല, ഐ നീഡ് ടു ഡു സംതിങ്, എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്ന രീതിയിലായിരിക്കണം പറയേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ. MVD ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതും നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ഥലത്തോട്ടൊന്നും പോവാതിരിക്കുക. നിങ്ങൾക്ക് റിസർച്ച് തരുന്ന ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പറയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അസൈൻമെന്റ് തരികയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് തരികയാണ്, അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോയിക്കോ. ഇപ്പൊ MVD പോവാണെങ്കിൽ ഓക്കെ പോയിക്കോളൂ, MVD പോവാണെങ്കിൽ പോയിക്കോളൂ. പക്ഷെ MVD പോയി കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി സംതിങ് യൂസ്ഫുൾ. നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം, നിങ്ങൾക്കും ഗുണം ഉണ്ടാവണം. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു സ്ഥലത്ത് മൂലക്ക് ഇരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഈ റൂട്ടിൽ എത്ര സീബ്രാസ് ഉണ്ട് എന്ന് എണ്ണി വരാനൊക്കെ പറയും. അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാൻ നിൽക്കരുത്. ഇതൊക്കെ എന്താ കാര്യം? നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ റോഡിൽ ഇന്ന അറ്റം മുതൽ അങ്ങറ്റം വരെ എത്ര സീബ്ര ഉണ്ടെന്ന് എണ്ണീട്ട് വാ. ഒരു ലോയറിന്റെ ആവശ്യമുള്ള സാധനമാണോ ഇത്? ഒരു ലോയറിന് ചെയ്യേണ്ട കാര്യമാണോ ഇത്? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കരിയറിന് ആവശ്യം നിങ്ങൾ CV-യിൽ ഇതാണോ എഴുതാൻ പോലെ ഞാൻ 10 സീബ്ര ക്രോസിംഗ് എണ്ണി, ഇതാണോ നിങ്ങൾ ചെയ്ത വർക്ക്? ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള വർക്ക്? നോ, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെടുകയാണെങ്കിലും, ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെടുകയാണെങ്കിലും നിങ്ങൾ അവരോട് പറയണം, എനിക്ക് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഒരു വർക്ക് വേണം, എനിക്ക് ഇന്നത് ചെയ്തു എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അത് എനിക്ക് അങ്ങനത്തെ ഒരു വർക്കാണ് ഇവിടെ എനിക്ക് നോക്കുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു സാധനം നിങ്ങളുടെ തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള പേരിൽ ഒരിക്കലും പോയിട്ട് ഒരു സ്ഥലത്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം കളയുകയാണ്, വെറുതെ സമയം കളയാണ്. ആ സമയം കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും. മറ്റുള്ള ആളുകളൊക്കെ ബാക്കിയുള്ള ആളുകളെല്ലാം സ്വന്തം സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്കിൽ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ പലതും ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്ക് എക്സൽ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ പോയിന്റ് യൂസ് ചെയ്യാൻ അറിയില്ല, ഇങ്ങനത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് തരികയാണ്, ഇത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ AI വെച്ച് നിങ്ങളെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിക്കുകയാണ്, ഇതും നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ AI വെച്ചിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് റിസർച്ച് ചെയ്തു, റൈറ്റ്? കണ്ടന്റ് ക്രിയേഷൻ, അതും സ്കില്ലുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോ ഒരു ഫേമിന് വേണ്ടിയിട്ട് നിങ്ങൾ ലീഗൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. നല്ലൊരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലീഗൽ ഫേമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള അവരുടെ ഹാൻഡിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാണ്. ബിക്കോസ് ഇത് ലോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇതിലൂടെ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, പഠിച്ചെടുക്കുകയാണ്. കാരണം നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, നിങ്ങൾ ക്യാൻവ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടൂള് വെച്ചിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഓവറോൾ നിങ്ങളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് ആണ് അവിടെയെല്ലാം വരുന്നത്, റൈറ്റ്? അപ്പം അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, റൈറ്റ്? പിന്നെ ലോകയുക്ത പ്രൊബേഷൻ ഓഫീസ് എല്ലാം
എഗെയിൻ ഞാൻ ഇതെല്ലാം എന്റെ സെയിം ആൻസർ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അസൈൻമെന്റോ പ്രൊജക്റ്റോ തരുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ പോവുക, അല്ലാതെ നിങ്ങൾ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോവാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങളിപ്പോ ഏപ്രിലിൽ ഇന്റേൺഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോ സമ്മർ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങണം എവിടേക്കാണ്. നിങ്ങൾ ഇപ്പോഴേ കോൺടാക്ട് ചെയ്ത് തുടങ്ങണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് എളുപ്പമുള്ള ഒരു പരിപാടി ആവരുത്. അതായത് ഇൻ ദ സെൻസ് നിങ്ങൾ ഓക്കെ മാർച്ചിന് കോളേജ് അടച്ചു, നേരെ കേടി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാൻ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ ആവരുത്. നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് പറയണം എന്റെ ഇത് ഇങ്ങനെയാണ്. നിങ്ങൾ അപ്പത്തേക്ക് സിവിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ലിങ്ക്ഡിൻ പേജ് അയച്ചു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴേ ആ പ്രോസസ്സ് തുടങ്ങണം. നിർബന്ധമായിട്ട് അത് ഇപ്പോഴേ തുടങ്ങണം. കാരണം അല്ലെങ്കിൽ അത് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നോക്കുകുത്തിയിടാം. അവരോട് നിങ്ങൾ പറയണം, എനിക്ക് ഇങ്ങനെ ഇതാണ് എന്റെ റിക്വയർമെന്റ് എന്ന് നിങ്ങൾ പറയണം. എനിക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രൊജക്ട് തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസൈൻമെന്റ് എനിക്ക് വേണം എന്ന് നിങ്ങൾ പറയണം അവരോട്. എന്നിട്ട് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണം. അല്ലാതെ എല്ലാ ദിവസവും വെറുതെ വായ നോക്കി നിൽക്കാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ സമയം വെറുതെ പോവും. അതേപോലെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കരിയറിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പൊ ഉള്ള ഓരോ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഉണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കാളും നല്ല സ്ഥലം ചിലപ്പോൾ വേറെ സ്ഥലത്തുണ്ടാവും. അപ്പൊ പ്ലീസ് ബി ഇന്റൻഷണൽ വെൻ യു ചൂസ്. നിങ്ങൾ ഈ പറയുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്യുമ്പം പ്ലീസ് ബി ഇന്റൻഷണൽ. നിങ്ങൾ വെറുതെ ആരെങ്കിലും എന്റെ ഫ്രണ്ട് അവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു, അങ്ങനെ ആവരുത്. നിങ്ങളോട് ഒരാൾ കൃത്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ഉത്തരം ഉണ്ടാവണം. എന്തിന് ഞാൻ അവിടെ പോകുന്നു എന്നുള്ളതിനെ കൊണ്ട് പറയണം. ആസ് എ ഫ്രഷർ കോർപ്പറേറ്റ് ഫേമിൽ പോകുന്നത് ബെസ്റ്റ് ചോയ്സ് ആണോ? കോർപ്പറേറ്റ് ഫേമിൽ പോവാം, പ്രശ്നമൊന്നുമില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് അവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ എഗെയിൻ ഞാൻ പറഞ്ഞ അതേ സാധനം തന്നെ എവിടെയും അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ അവരോട് പറയണം, ദർ മസ്റ്റ് ബി എ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ അവരോട് പറയണം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളും തരണം എന്നുള്ള രീതിയിൽ പറയും. കാരണം കോർപ്പറേറ്റ് ഫേംസിൽ മിക്കവാറും ലീഗൽ റിസർച്ച് ആണ് ചെയ്യിപ്പിക്കുക. അപ്പം അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. എങ്ങനെ എന്തൊക്കെ കണ്ടുപിടിക്കണം, എങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോസസ് ഓർ ഒരു ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് അവർ പറഞ്ഞുതരും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിൻലി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സമയം ഓൾറെഡി 12:55. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഈ പറയുന്ന സ്ലൈഡ് ഞാൻ ഇതിന്റെ ഒരു അസൈൻമെന്റ് പോലെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തരാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതൊരു ട്രയൽ ബേസിസിൽ നിങ്ങളൊരു സാധനം ഉണ്ടാക്കി വെക്കുക. ഞാനൊരു 2-3 ഫയൽസ് ഉണ്ട്. സിവിയുടെ ഒരു ഫയല്, ഫുൾ CV ഫോർമാറ്റിലുള്ള ഒരു ഫയല്, റെസ്യൂമയുടെ ഒരു ഫയലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ഷൻ വേർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ CVയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ഷൻ വേർഡ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഇതിന്റെ ഓർഗനൈസേഴ്സിനെ ആർക്കെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാനത് ഷെയർ ചെയ്ത് തരാം. അപ്പം അതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങളൊരു CV ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ പേജ് ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക, അത് അടിപൊളിയാക്കുക, ബെറ്റർ ആക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു CV ഉണ്ടാക്കുക. CV ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു റെസ്യൂമെ ഉണ്ടാക്കുക. ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കാര്യങ്ങൾ ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് ഇനി അടുത്തുള്ള 5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലത്തിൽ നിങ്ങൾ ഇത് നല്ല അടിപൊളിയായിട്ട് നിറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് എല്ലാവരും ജോയിൻ ചെയ്തതിന്. അപ്പൊ നമുക്ക് പിന്നീട് എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. അപ്പോൾ ഇന്ന് ഇന്റേൺഷിപ്പ്, അതുപോലെ തന്നെ CV ബിൽഡിംഗ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ടോട്ടൽ ഈ കോഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ, അതായത് ഇന്റേൺഷിപ്പ് പോലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ മെജോറിറ്റി ജോയിൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഓൾറെഡി ഈ കോഴ്സ് ചെയ്യണ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാത്തിൻ്റെയും ഒരു കൃത്യമായൊരു ഓവർവ്യൂ തന്ന അജയ് രത്നൻ സാറിന് SFI GLCK യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും അതുപോലെ തന്നെ ജോസഫ് സ്റ്റാലിൻ സ്റ്റഡി സർക്കിളിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സാർ.